നഷ്ടപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ച് ബൈബിളിലെ പ്രധാന പ്രതിപാദ്യ വിഷയം യേശുക്രിസ്തു മുഖാന്തരമുള്ള വീണ്ടെടുപ്പ് എന്നതായിരിക്കുമ്പോൾ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ച് ബൈബിളിലെ പ്രധാന പ്രതിപാദ്യ വിഷയം യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. സമാർ ടി വിയിലൂടെ ഈ പ്രഭാഷണം ദൂരെ ഇരുന്ന് കേൾക്കുന്നവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ 25 വാക്യം പ്രത്യക്ഷമായോ പരോക്ഷമായോ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ സൂചിപ്പിക്കുന്നതാണ്. പുതിയ നിയമത്തിൽ 260 അധ്യായമുണ്ട്. 318 പ്രാവശ്യം യേശു മടങ്ങി വരുമെന്ന് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമത്തിൽ 1845 പ്രാവശ്യം പ്രത്യക്ഷമായോ പരോക്ഷമായോ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ, പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. ആ വെളിപ്പാട് പുസ്തകത്തിൽ 7 പ്രാവശ്യം നസ്രയനായ യേശു തന്നെ ഇതാ ഞാൻ വേഗം വരുന്നു എന്നരുളി ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് ഒരിക്കലും സംഭവിക്കില്ല എന്ന് വരുത്തി തീർക്കാൻ പിശാച് പല പദ്ധതികളും ചെയ്യുന്നുണ്ട്. AD 2000 യേശു വന്നെന്നും 1965 വന്നേച്ചു പോയെന്നും 2010 ഏപ്രിൽ 13 വരുന്നെന്നും ഒക്കെ ചിലർ പറഞ്ഞു. ഇതൊന്നും ഈ പുസ്തകത്തിലില്ലാത്തതുകൊണ്ട് നടന്നില്ല. അപ്പോൾ പിശാച് ഇങ്ങനെ അനേക കള്ളക്രിസ്തുക്കളെ എഴുന്നേൽപ്പിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ വരവ് ഒരിക്കലും സംഭവിക്കില്ല എന്ന് വരുത്തി തീർക്കാനാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ഒന്നുകൂടെ പറയണം, കണ്ണമ്മ. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ കണ്ണമ്മൻകാരോട് പറയാം, പിശാച് എന്തെല്ലാം പദ്ധതി ഇറക്കിയിട്ടും യേശു കർത്താവിൻ്റെ വരവ് കാത്തിരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, അവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കൺവെൻഷൻ്റെ 2ാം രാത്രി ഒരിക്കൽ കൂടെ ഞങ്ങൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിളിച്ചു പറയുന്നു, പിശാചിൻ്റെ പദ്ധതികൾ പരാജയപ്പെടും, ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. വിശ്വാസമുണ്ട്. കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ എല്ലാ ദൈവമക്കളും. കൈ താക്കരുത്, കൈ ഉയർത്തിപ്പിടിച്ചേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ നാവിൽ നിന്ന് ചാടി പുറത്തോട്ട് വരട്ടെ. യേശുവിൻ നാമത്തിൽ പറ, ദുഷ്ട പിശാചേ, എന്നെക്കുറിച്ചുള്ള, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള, എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതികൾ പരാജയപ്പെടും, എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. കയ്യൊന്നടിച്ചോ, വായം തുറന്ന് ശക്തിയോടെ അന്യഭാഷയോ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ. മൗനമായിരിക്കരുത്. എല്ലാവരും കരമടിച്ചോ, ശക്തിയോട് സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, ദുഷ്ട പിശാചേ, നിൻ്റെ പദ്ധതിയല്ല എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ മേൽ, വാ തുറക്ക് ശക്തിയോട്, എൻ്റെ കുടുംബത്തിന്മേൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ നിവർത്തിക്കപ്പെടും. നിൻ്റെ പദ്ധതികൾ പരാജയപ്പെടും. ശക്തിയോട് പറ, യേശുവിൻ്റെ നാമത്തിൽ പറ, പിശാചേ, നിൻ്റെ പദ്ധതികൾ പരാജയപ്പെടും, എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. ഹല്ലേലൂയ. ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, 2025 നിന്നെ കാണിക്കത്തില്ലെന്നും റോഡ് ആക്സിഡന്റിനെ മാറ്റപ്പെടുത്തുമെന്നും നിന്റെ കൈകാലുകളെ ഒടിച്ചു കളയുമെന്നും വഴിയിൽ നിന്റെ തലമുറയെ ചതച്ചരച്ച് കളയുമെന്നും ദോഷ്ട പിശാച് വെല്ലുവിളിച്ചപ്പോൾ ഈ രാത്രിയിലും ഇവിടുന്ന് സ്തോത്രം പറയാൻ കാരണം, ക്ഷമ റുഖുനിയ, അവൻ്റെ പദ്ധതികൾ പരാജയപ്പെടും, ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. കൈയടിച്ചോ, ഒന്നുകൂടെ ശക്തിയോടെ സ്തോത്രം പറഞ്ഞോ. ഉച്ചഭാഷയോട് ഞങ്ങൾ കേൾക്കുന്ന സുഹൃത്തെ, ദൂരെ ദൂരെ വിദൂരതയിൽ ഭവനങ്ങളിൽ നിന്ന് കേൾക്കുന്ന സഹോദര, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുന്നു, ദോഷ്ട പിശാചിന്റെ പദ്ധതി പരാജയപ്പെടും, ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും. കരങ്ങളടിച്ച് ശക്തിയോടെ അന്യഭോഷറിഖുനിയ, ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറ, പിശാചേ, നിന്റെ പദ്ധതികൾ പരാജയപ്പെടും. ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കണം. ഒരു പ്രസംഗം കേൾക്കാനല്ല ഇന്ന് ഇവിടെ ഇരിക്കേണ്ടത്, ഒരു വിടുതൽ അനുഭവിപ്പാനിരിക്കണം. ദുഷ്ട പിശാച് തടഞ്ഞു വെച്ച നിന്റെ നന്മയുടെ ഉറവകൾ, നിന്റെ തലമുറയുടെ നന്മയുടെ ഉറവകൾ യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി തുറക്കുന്ന രാത്രിയാണ്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് സഭയുടെ പ്രത്യാശയാണ്. ഞാനിലേക്കൊക്കെ വരാം. വളരെ ശ്രദ്ധിക്കണം, വളരെ ശാന്തമായി നിങ്ങളുടെ ഉള്ളിൽ പതിയണം. ദൂരെ കേൾക്കുന്നവർക്കും മനസ്സിലാകണം. കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരും എന്നതിന് വിശുദ്ധ ബൈബിളിൽ 7 സാക്ഷി തെളിവുകളുണ്ട്. ഒന്ന്, പഴയ നിയമ ഭക്തന്മാരുടെ സാക്ഷ്യം. 2, പുതിയ നിയമ ഭക്തന്മാരുടെ സാക്ഷ്യം.
3 സ്വർഗീയ ദൂതന്മാരുടെ സാക്ഷ്യം. 4 കർത്തൃമേശയുടെ സാക്ഷ്യം. 5 പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം. 6 സഭയുടെ സാക്ഷ്യം. 7 യേശു ക്രിസ്തുവിൻ്റെ തന്നെ സാക്ഷ്യം. 1 പഴയ നിയമഭക്തന്മാരുടെ സാക്ഷ്യം. പഴയ നിയമഭക്തന്മാരായ ഹനോക്ക്, ബിലയാം, യോബ്, മോശ, യെശയ്യാവ്, ഇരമ്യാവ്, എഗസ്കേൽ, ദാനിയേൽ, ഹഗായി, മലാക്കി. ഇതെല്ലാം എടുത്തു വായിക്കാൻ നേരമില്ല. വളരെ പ്രാധാന്യത്തോടെ കർത്താവിൻ്റെ 1-ാം വരവിനോടൊപ്പം തൻ്റെ 2-ാം വരവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 1-ാമത്തെ വരവിനെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനങ്ങളുടെ ഇരട്ടിയിലധികം പ്രവചനങ്ങൾ കർത്താവിൻ്റെ 2-ാമത്തെ വരവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ 2/3 ഭാഗം പ്രവചനമാണ്. പ്രവചനം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ സംഭവിപ്പാനുള്ളത്. വേദപുസ്തകത്തിലെ ആകെ പ്രവചനങ്ങളിൽ പകുതി പ്രവചനങ്ങൾ നിവർത്തിച്ചു കഴിഞ്ഞു. നിവർത്തിയായ പ്രവചനങ്ങൾ, ഇനിയുള്ള പ്രവചനങ്ങൾ ഉറപ്പാകും നടപ്പാകുമെൻ്റെ ഉറപ്പാണ്. സ്തോത്രം പറഞ്ഞില്ല. ദൈവവൈതലെ, കഴിഞ്ഞ നാളുകളിൽ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളിയെങ്കിൽ വരും ദിനങ്ങളിലും അവൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമല്ല ഉറപ്പാ. ഒന്നുകൂടെ കയ്യൊന്നടിച്ചോ, ശക്തിയോടെ വാതുറന്ന് പറ. മറിയ, കഴിഞ്ഞ നാളിൽ എൻ്റെ കണ്ണുനീരിന് മറുപടി തന്നെങ്കിൽ വരും ദിനങ്ങളിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഒന്നുകൂടെ പറയാം സുഹൃത്തുക്കളെ, പുറത്ത് കേൾക്കുന്നവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 1-ാമത്തെ വരവിനെ കുറിച്ച് പ്രവചനമുണ്ടായിരുന്നു. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, കർത്താവായ യേശു എവിടെ ജനിക്കുമെന്ന് പ്രവചനമുണ്ടായിരുന്നു, എവിടെ വളരുമെന്ന് പ്രവചനമുണ്ടായിരുന്നു, എവിടെ മരിക്കുമെന്ന് പ്രവചനമുണ്ടായിരുന്നു, മരണശേഷവൻ്റെ അവസ്ഥ എന്താകുമെന്ന് പ്രവചനമുണ്ടായിരുന്നു. കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിൽ ഓരോന്ന് സംഭവിക്കുമ്പോഴും നമ്മുടെ കർത്താവ് പറഞ്ഞു, തിരുവെഴുത്ത് നിവർത്തിയാകുവാൻ ഇങ്ങനെ സംഭവിച്ചു, തിരുവെഴുത്ത് നിവർത്തിയാകുവാൻ ഇങ്ങനെ സംഭവിച്ചു, തിരുവെഴുത്ത് നിവർത്തിയാകുവാൻ ഇങ്ങനെ സംഭവിച്ചു. യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം തിരുവെഴുത്തിൻ്റെ നിവർത്തിയായിരുന്നെങ്കിൽ എൻ്റെ കർത്താവ് അറിയാതെ, അവൻ അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടെ കൈ ഉയർത്തി സ്തോത്രം പറയാം. അവൻ അറിയാതെ, അവൻ അനുവദിക്കാതെ നിനക്കൊന്നും ഭവിക്കില്ല. 10 വർഷം കഴിഞ്ഞാലും ഈ പ്രസംഗം നിങ്ങൾ ഓർക്കണം. ആ ലെവലിലാണ് പ്രസംഗിക്കുന്നത്, അല്ലേ? സ്തോത്രം. നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ പീലാത്തോസ് പറഞ്ഞു, കാൽമുട്ടൊടിക്കാൻ പറഞ്ഞു ആളുകളെ, ക്രൂശിക്കപ്പെട്ടവരുടെ. എന്തിനാണെന്നറിയാമോ? വേഗത്തിൽ മരിക്കാൻ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ പടയാളികൾ കാൽമുട്ട് തല്ലി ഓടിക്കാനായി വന്നു. അപ്പുറത്തും കിടന്നവൻ്റെ ഇപ്പുറത്ത് കണ്ട ഓടിച്ചു. യേശുവിൻ്റെ മുട്ട് തല്ലി ഓടിച്ചില്ല, അവൻ മരിച്ചിരുന്നു. അവൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകുകയില്ല എന്ന് തിരുവെഴുത്ത് നിവർത്തിയാകുവാൻ സംഭവിച്ചു. ഇവിടെ കർത്താവ് മരിച്ചെന്നറിഞ്ഞപ്പോൾ നിനക്കങ്ങ് പോയാൽ പോരായോ? പോയവൻ തിരിഞ്ഞു വന്ന് എൻ്റെ കർത്താവിൻ്റെ മാർവിൽ കുന്തം കുത്തിയിറക്കി. അപ്പോൾ രക്തവും, ബാക്കി പറ, അതിൻ്റെ അർത്ഥം ഇനി ഈ ശരീരത്തിൽ നിനക്കായി ഊറ്റാൻ രക്തമില്ല. നിനക്കങ്ങ് പോയാൽ പോരാടാ, നീ എന്തിനാ കുത്തി? അടുത്ത വാക്യം വീട്ടിൽ പോയി വായിക്കണം. അവർ കുത്തിയവങ്കിലേക്ക് നോക്കുമെന്നുള്ള മറ്റൊരു തിരുവെഴുത്തിൽ നിവർത്തിയാകുവാൻ അങ്ങനെ സംഭവിച്ചു. നിനക്ക് തൻ്റെ ഇടമുണ്ടോ സ്തോത്രം പറയാൻ? ഏത് എസ്സുകാരൻ വന്നാലും എൻ്റെ കർത്താവ് അനുവദിക്കാതെ എൻ്റെ തലയിൽ ഒരു മുടി നിലത്ത് വീഴില്ല. കൈയടിച്ചോ, വാ തുറന്നു, അന്യഭാഷ സ്തോത്രം പറഞ്ഞു, ആരാധന നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അച്ഛാ, കൈയൊന്നടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, എൻ്റെ ദൈവം അറിയാതെ, എൻ്റെ ദൈവം അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കില്ല. ഈ നാട്ടുകാരോട് ഞങ്ങൾ പറയാം, കണ്ണാമങ്കാരെ, ഞങ്ങളുടെ കർത്താവ് ജനിച്ചതുപോലെ ലോകത്തിലാരും ജനിച്ചിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് ജീവിച്ചതുപോലെ ലോകത്തിലാരും ജീവിച്ചിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് മരിച്ചതുപോലെ ലോകത്തിലാരും മരിച്ചിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ ലോകത്തിലാരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരാൻ പോകുന്ന പോലെ ലോകത്തിലാരും മടങ്ങി വരാൻ പോകുന്നുമില്ല. അവനെക്കുറിച്ച് പ്രവചനമുണ്ടായിരുന്നു. ഓൾഡ് ടെസ്റ്റ്മെന്റ്. 1 പഴയ നിയമഭക്തന്മാരുടെ സാക്ഷ്യം, 2 പുതിയ നിയമഭക്തന്മാരുടെ സാക്ഷ്യം.
വിശുദ്ധ ബൈബിളിൽ സുവിശേഷ എഴുത്തുകാർ 4, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 പേരും കർത്താവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5 പേർ ചേർന്നാണ് 21 ലേഖനങ്ങൾ പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ 5 പേരും കർത്താവിൻ്റെ വരവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകം മുഴുവൻ കർത്താവിൻ്റെ വരവും അനന്തര സംഭവങ്ങളുമാണ്. അപ്പോൾ 1 പഴയ നിയമ ഭക്തന്മാരുടെ സാക്ഷ്യം, 2 പുതിയ നിയമ ഭക്തന്മാരുടെ സാക്ഷ്യം, 3 സ്വർഗീയദൂതന്മാരുടെ സാക്ഷ്യം. അപ്പോസ്തല പ്രവൃത്തി 1:10 നമ്മൾ വായിക്കുന്നു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന എന്ത്? ബാക്കി പറ. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ മടങ്ങി വരും. വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി ഒരു സ്തോത്രം പറ. അവൻ മടങ്ങി വരും. 4 കർത്തൃമേശയുടെ സാക്ഷ്യം. 1 കൊരിന്ത്യർ ലേഖനം 11:26, ഞാൻ വരുവോളവും പറ വിശ്വാസികളെ. ഓരോ ആഴ്ച കർത്തൃമേശ അനുഭവിക്കുമ്പോഴും പുറകോട്ട് തിരിഞ്ഞ് കർത്താവിൻ്റെ കാൽവറി ബലിയെ, അവൻ്റെ കഷ്ടാനുഭവങ്ങളെ പ്രസ്താവിക്കുമ്പോഴും അവൻ ഇതുവരെ വന്നിട്ടില്ല, അവൻ വരും എന്ന് തിരുമേശ വിളിച്ച് പറയും. സ്തോത്രം. 5 പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം. അതെന്താണ് പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം? 2 തെസ്സലോനിക്കർ 2:7, തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകണം, അപ്പോൾ അധർമ്മൂർത്തി പ്രത്യക്ഷപ്പെടും. സഭയെ പരിശുദ്ധാത്മ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എലയാസറിന് പിതാവാം അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിന് വേണ്ടി ഒരു കാന്തയെ ഒരുക്കാൻ വിട്ടതുപോലെ ഒരുക്കം തീരുമ്പം എലയാസർ വേഗം കൊണ്ടങ്ങ് പോകും. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടിപ്പം. ഞാൻ കൂടെ പറയാറുണ്ട്, ഇവിടെ ഫാനൊന്നും ഇല്ലയോ? ഇച്ചിരി ഒന്ന് മോനെ നിങ്ങൾ തന്നെ കൊള്ളാച്ചും ഇങ്ങോട്ട് തിരിച്ചു വെച്ചു, സൗണ്ട് അടിക്കരുതത്തില്ല ഇതിനകത്ത്. ഇവിടെ പാപം പെരുകാഞ്ഞിട്ടല്ല, ദുഷ്ടത പെരുകാഞ്ഞിട്ടല്ല, വഷളത്വം പെരുകാഞ്ഞിട്ടല്ല ന്യായവിധി വരാത്തത്. പാപം പെരുകിക്കഴിഞ്ഞു, ദുഷ്ടത പെരുകിക്കഴിഞ്ഞു, വഷളത്വം പെരുകിക്കഴിഞ്ഞു. എന്നാൽ വിശുദ്ധ ബൈബിൾ ദൈവത്തെ കൊണ്ട് കഴിയാത്ത, നെഗറ്റീവായിട്ടല്ല പോസിറ്റീവായി, ദൈവം ഒരിക്കലും ചെയ്യാത്ത 10 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു കാര്യം, ദുഷ്ടനോടുകൂടെ നീതിമാനെ നശിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയില്ല. സുഹൃത്തെ, പാപം എത്ര പെരുകിയാലും ലോത്ത് സോദോം വിടാതെ ദൈവം ന്യായവിധി അയക്കില്ല. നോഹ പെട്ടകത്തിൽ കടക്കാതെ ന്യായവിധിയുടെ വെള്ളം ഇറങ്ങില്ല. ഈ നാട്ടുകാരോട് ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയാം, ഇവിടെ ഒന്നും ദുഷ്ടത പെരുകാഞ്ഞിട്ടല്ല, വഷളത്വം പെരുകാഞ്ഞിട്ടല്ല, അകൃത്യം അത്തിച്ചകോടിയിലെത്തി, പാപം അതിൻ്റെ അത്തിച്ചകോടിയിലെത്തി, ദുഷ്ടത പെരുകിക്കഴിഞ്ഞു. വർണ്ണനാതീതമായ അകൃത്യം കൊണ്ട് മനുഷ്യൻ പാപത്തിൽ പൊളയ്ക്കുക. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ പറയാം, ന്യായവിധി വരാത്തതിൻ്റെ കാരണം സ്തോത്രം പറയുന്ന, ഹല്ലേലൂയ പറയുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചോണ്ട് പറ, സ്തോത്രം പറയുന്നതിന്റെ വില, ഹല്ലേലൂയ പറയുന്നതിന്റെ വില, ആരാധിക്കുന്നവന്റെ വില നിനക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ അറിയുന്ന ദിവസം അടുത്തു വരിക. ദൈവസഭ ഇവിടുന്ന് മാറ്റപ്പെടും അധികം താമസിയാതെ. അതോടൊപ്പം ഇവിടെ പലതും നടക്കും. ഭൂമി പൊടുപട പൊട്ടും, ഭൂമി കിറുകിറക്കിറങ്ങും, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടും, ഭൂമി കാവൽ മാടം പോലെ ആടും. സ്വർഗത്തിലെ ദൈവം റബ്ബർ ബന്ദ് തട്ടുന്ന പോലെ ഈ ഭൂമിയെ തട്ടാൻ തുടങ്ങും. കാരണം ഇതിൻ്റെ അകൃത്യം ഇതിന്മേൽ ഭാരമായിരിക്കുന്നു. ഭൂമി നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ന്യായവിധി താമസിക്കപ്പെടാൻ കാരണം ദൈവത്തിൻ്റെ സഭ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. മുള്ളുകടലിലെ താമരകൾ മാറ്റപ്പെട്ടാൽ മുള്ളുകളെ കൊണ്ടിവിടെ നിറയും. ചെന്നായ്ക്കടലിലെ കുഞ്ഞാടുകൾ മാറ്റപ്പെട്ടാൽ ചെന്നായ്ക്കളെ കൊണ്ടിവിടെ നിറയും. ഇരുണ്ട സ്ഥലത്ത് ജ്യോതിർഗോളങ്ങളെപ്പോലെ പ്രകാശിക്കുന്ന ദൈവസഭ മാറ്റപ്പെട്ടാൽ അന്ധകാരം കൊണ്ട് ഭൂമി നിറയപ്പെടും. ഈ ഭൂമി ഇങ്ങനെ ചലിക്കാൻ കാരണം യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവസഭ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. വിശ്വസിക്കുന്നവരാ കൈയൊന്ന് ഉയർത്തിയാട്ടി സ്തോത്രം പറഞ്ഞു. സ്തോത്രം. അപ്പം എന്തൊക്കെ ഞാൻ പറഞ്ഞു? 1 ചോദിക്കും, പഴയ നിയമ ഭക്തന്മാരുടെ സാക്ഷ്യം. 2 പുതിയ നിയമ ഭക്തന്മാരുടെ സാക്ഷ്യം. 3 സ്വർഗീയദൂതന്മാരുടെ സാക്ഷ്യം. 4 കർത്തൃമേശയുടെ സാക്ഷ്യം. 5 പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം. അപ്പോൾ ഉള്ളിൽ കയറണം. ചുമ്മാ കൈയടിച്ചിട്ട് വായും പുറത്തിരുന്നിട്ട് പോയൊക്കത്തില്ല. ഇത് കയറണം ഉള്ളിലോട്ട്. അടുത്തത് സഭയുടെ സാക്ഷ്യം. എന്താണ് സഭയുടെ സാക്ഷ്യം? 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം 22-ാം വാക്യം വായിക്കാം പാസ്റ്റർ. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ,
നമ്മുടെ കർത്താവ് വരുന്നു. ഒന്നുകൂടെ വായിച്ചു. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. സഭയുടെ വന്ദനം, കർത്താവിൻ്റെ വരവ്. ഞാൻ പറയുന്നത് സഭയുടെ സാക്ഷ്യമാണ്. സഭയുടെ സല്യൂട്ടേഷൻ അഥവാ വന്ദനം കർത്താവിൻ്റെ വരവിനെ കുറിച്ചായിരുന്നു. നമ്മൾ വായിച്ചത് കൊരിന്ത്യ ലേഖനത്തിൻ്റെ അവസാന വാക്യമാണ്. 1 കൊരിന്ത്യ ലേഖനം 16-22 അതിൻ്റെ കൺക്ലൂഷൻ വാചകമാണ്. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ കൺക്ലൂഷൻ. പക്ഷേ പിൽക്കാലങ്ങളിൽ ഈ കൺക്ലൂഷൻ സല്യൂട്ടേഷനായി മാറി, വന്ദനസ്വരമായി മാറി. അതായത് എല്ലാ രാജ്യത്തിനും അവരുടേതായ സല്യൂട്ടേഷൻസ് ഉണ്ട്, വന്ദനങ്ങളുണ്ട്. നമ്മൾ ഭാരതീയരുടെ വന്ദനം എന്നാ? ഒന്ന് പറയുന്നേ വല്ലോ. നമസ്തേ, നമസ്കാരം. ഇംഗ്ലീഷുകാരോ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്. ഗൾഫിൽ നിന്നൊക്കെ വന്നവരിപ്പുണ്ടല്ലോ, ഗൾഫിൽ എന്താ പറയുന്നേ? വല്ലോ ഒന്ന് പറയുന്നേ. സലൈവലൈക്കും, വലൈക്കുസ്ലാം അല്ലേ, വലൈക്കുസ്സലാം അല്ലേ. അങ്ങനെ 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 അത് തന്നെ. അപ്പം അറിയാം. ഇസ്രായേലിൽ ഷാലോം എന്ന് പറയും, സമാധാനം. നമ്മൾ പെന്തക്കോസുകാരെന്നെ പറയും അയ്യോ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് മായി വളർന്നിരിക്കുക. നമ്മൾ പെന്തക്കോസുകാരെന്തോ പറയും, ഒരു സ്തോത്രം പറഞ്ഞാൽ മതി, പ്രൈസ് ദി ലോർഡ് അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരാൾ അങ്ങോട്ടൊരു പ്രൈസ് ദി ലോർഡ് പറഞ്ഞാൽ, സ്തോത്രം പറഞ്ഞാൽ മറ്റേ പുള്ളിക്കാരി ചോദിക്കുക, അല്ല പുള്ളിക്കാരി പുതിയ വിശ്വാസി ആയിരിക്കില്ലേ എന്ന്. പുതിയ വിശ്വാസിയെ സ്തോത്രം പറയത്തുള്ളൂ. ഈയിടെ എൻ്റെ ചർച്ചിൽ വന്ന ഒരാൾ പ്രസംഗിക്കുന്ന ബൈജു പാസ്റ്ററായ ആദ്യമേ നേഴ്സുമാർ, ഇവിടുത്തെ പണ്ടായിരിക്കും നേഴ്സുമാർ ആദ്യം പഠിപ്പിക്കുന്ന ഇഞ്ചക്ഷൻ എടുക്കാനാണ്, കുത്തിവെക്കാനാണ്. കുറച്ച് സീനിയറായി കഴിയുമ്പോൾ പിന്നെ കുത്തിവെക്കണ്ട, കുത്തുന്നത് ഒത്തോന്ന് നോക്കിയാൽ മതി. ഇപ്പം നമ്മളിങ്ങനെ സീനിയറായിട്ട് കുത്തുന്നത് ഒത്തോന്ന് നോക്കാനിരിക്കുക. സ്തോത്രം പാസ്റ്ററേ, ഉറങ്ങരുത്, ആരും ഉറങ്ങരുത്. ഞാൻ എല്ലാം നോക്കിയാണ് പ്രസംഗിക്കുന്നത്. ഞാൻ 4 വശവും നോക്കിയാണ് പ്രസംഗിക്കുന്നത് കേട്ടോ. എനിക്ക് വളരെ നിർബന്ധമാണ്. ഇത്രയും ക്ഷീണം പിടിച്ച് ഇവിടെ നിന്ന് മൈക്കിൻ്റെ വച്ചയും നിങ്ങളുടെ സ്തോത്രവും കൊണ്ട് നിൽക്കുന്ന ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരാരും ഉറങ്ങിയാൽ എനിക്കറിയാം. അതറിയാം. പിന്നാണെ കൊച്ചിയോ. പിന്നെ നമ്മൾ പെന്തക്കോസ്തുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഉറങ്ങി താഴെ വീണാലും എഴുന്നേറ്റ് വരുമ്പോൾ 2 സ്തോത്രം കൊണ്ടേ വരുത്തുള്ളൂ. സൂത്രത്തിൽ 2 സ്തോത്രം. അത് കേൾക്കുമ്പോഴേ അറിയണം അമ്മച്ചി 3-ാം സ്വർഗത്തോടെ എടുക്കപ്പെട്ട് വരികയാണ് കണ്ടോ. എല്ലാവരുടെ ഇതാ പതിവ്. അപ്പം നമ്മൾ പെന്തക്കോസ്തുകാർ, എന്നോട് ഇപ്പോഴും പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങൾ പെന്തക്കോസ്തുകാർ തമ്മിൽ കാണുമ്പോൾ എന്തിനാ ഈ സ്തോത്രം പറയുന്നത്? എന്തിനാ സ്തോത്രം പറയുന്നത് അറിയാവോ? നമ്മൾ തമ്മിൽ സ്തോത്രം പറയല്ല സുഹൃത്തേ. എന്തിനാ സ്തോത്രം പറയുന്നറിയാമോ? ഒരു സെക്കൻഡിൽ 6 പേർ വീതം, ഒരു മിനിറ്റിൽ 360 പേർ വീതം, ഒരു മണിക്കൂറിൽ 21,400 പേർ വീതം, ഒരു ദിവസം 5,18,000-ത്തിലധികം പേർ വീതം ഈ ലോകത്തോട് യാത്ര പറയാണ്. എൻ്റെ വാച്ചിൽ കൃത്യം 8 മണിയായി. നിങ്ങൾ വാച്ചേ നോക്കല്ലേ, നിങ്ങളുടെ സമയം വേറെ ആയിരിക്കും. കഴിഞ്ഞ രാത്രിയും കൂടെ വന്ന് മടങ്ങി വീട്ടിൽ പോയി. വീണ്ടും ഈ യോഗത്തിന് വന്ന നേരം കൊണ്ട് 5 ലക്ഷം ആളുകൾ പോയി. അതൊരാൾ നീയും ഞാനും ആകാഞ്ഞത് നിൻ്റെ എൻ്റെ മിടുക്കല്ല, തമ്പുരാൻ്റെ കരുണയാണ്. ഇന്നത്തെ പത്രം നിവർത്തി നോക്കിയില്ലേ? 18കാരി, 16കാരി, 32കാരി, 42കാരൻ, 50കാരൻ, 38കാരി, 52കാരി, 4 മാസക്കാരനൊക്കെ പോയി. അത് നീയാകാഞ്ഞത്, നിൻ്റെ അപ്പനാകാഞ്ഞത്, നിൻ്റെ അമ്മയാകാഞ്ഞത്, ഭാര്യയാകാഞ്ഞ, കുഞ്ഞാകാഞ്ഞത് നിൻ്റെ മിടുക്കുകൊണ്ടല്ല, തമ്പുരാൻ്റെ കരുണയാണ്. ഒരു ദിവസം 5 ലക്ഷമെങ്കിൽ 7 ദിവസമാകുമ്പോൾ 7×5 35. ഒരാരാധന കഴിഞ്ഞ് മടങ്ങി വീട്ടിൽ പോയി അടുത്ത ആരാധനയ്ക്ക് വരുന്ന നേരം കൊണ്ട് 35 ലക്ഷം ആൾ ഇവിടുന്ന് പോയി കഴിയും. ആർക്കും തടയാൻ കഴിയില്ല. അപ്പോൾ നീ സ്തോത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയല്ല. നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കി സ്തോത്രം പറഞ്ഞോണം. ഒരു സഹോദരനെ കാണുമ്പോൾ സ്തോത്രത്തിൻ്റെ അർത്ഥം, സഹോദര സഹോദരി, നാം തമ്മിൽ കണ്ടുപിരിഞ്ഞ ശേഷം എത്രയോ പേർ ലോകത്തോട് യാത്ര പറഞ്ഞു. വീണ്ടും കാണാൻ കൃപ തന്ന ദൈവത്തിന് സ്തോത്രം. കയ്യൊന്നുയർത്തി വായം തുറന്ന് സ്തോത്രം പറ. 10 വർഷം ശേഷം കാണാൻ കഴിഞ്ഞെങ്കിൽ, 5 വർഷം ശേഷം കാണാൻ കഴിഞ്ഞെങ്കിൽ, അല്ല കഴിഞ്ഞ ആഴ്ച കണ്ടിട്ട് ഇന്ന് വീണ്ടും കാണാൻ കഴിഞ്ഞെങ്കിൽ, കർത്താവിന് മഹത്വം എന്ന നിന്റെ സഹോദരനെ കണ്ടതിൽ സന്തോഷമുണ്ടെങ്കിൽ, നിന്റെ സഹോദരിയെ കണ്ടതിൽ സന്തോഷമുണ്ടെങ്കിൽ, ഒരിക്കൽ കൈകൾ അടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്ത സഹോദര. കര ഉയർത്താൻ കഴിഞ്ഞാൽ കൃപയാ. ഉയർത്തിയ കരം താഴ്ത്താൻ കഴിഞ്ഞാൽ കൃപയാ. കൈയൊന്ന് അടിക്കാൻ കഴിഞ്ഞാൽ കൃപയാ. വായം തുറക്കാൻ കഴിഞ്ഞാൽ കൃപയാ.
തുറന്ന വാ അടയ്ക്കാൻ കഴിഞ്ഞാൽ കൃപയാ. ഒന്നുകൂടെ കൈ അടിച്ച് ശക്തിയോടെ സ്തോത്രം പറയൂ. കൃപ, 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 കൃപ. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒന്നും തുറക്കാൻ വയ്യ. ബർത്ത്ഡേ ആണോ വിവാഹ വാർഷികമാണോ ഒന്നും അറിയില്ല. 30 വയസ്സും 32കാരനും 48കാരനും 50-55 താഴെ അങ്ങ് പോവാ. കുലുങ്ങി ഒഴിയുക. അത് UK എന്നില്ല, കാനഡ എന്നില്ല, ഓസ്ട്രേലിയ എന്നില്ല. ഒരു അമ്മയെ കാണാൻ ചിക്കാഗോയിൽ നിന്ന് കൊച്ചി എയർപോർട്ടിലെത്തി ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കയറി അവിടെ കടഞ്ഞു വീണു മരിച്ചു. ഒന്ന് കണ്ടുകൊണ്ട് അഹങ്കരിക്കരുത്. ആകുന്ന കൃപയാലാ. ഞാൻ കൂടെ കൂടെ പറയും, നീ വാരി വിഴുങ്ങുന്ന ഗുളികയുടെ ശക്തിയോ, നിന്നെ നോക്കുന്ന ഡോക്ടറുടെ നൽപ്പോ, ഹോസ്പിറ്റലിന്റെ വലിപ്പമോ കണ്ടല്ല ഇവിടുന്ന് സ്തോത്രം പറയുന്നത്. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി രാത്തട. അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ ഒന്നുകൂടെ ഒന്ന് കൈയടിച്ചേ. കുച്ചേ സഹോദര, കൈയൊന്ന് അടിച്ചോ. അടിക്കാൻ കൃപയുള്ളപ്പോൾ അടിച്ചോണം. സ്തോത്രം പറയാൻ വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചോണം. ഹല്ലേലൂയ. അടുത്ത നിമിഷം നമുക്കറിയില്ല. അങ്ങനത്തെ കാലത്ത് നമ്മളായിരിക്കുക വേഗത്തിൽ. അപ്പോൾ സല്യൂട്ടേഷൻ, ദൈവസഭയുടെ വന്ദനം നമ്മളീ പറഞ്ഞ പ്രൈസ്തലോടും സ്തോത്രമൊന്നും അല്ല. എന്താ പിന്നെ? മാറാനാഥ അനാഥമാ. ഒരാൾ മാറാനാഥ എന്ന് പറയുമ്പോൾ മറ്റേയാൾ എന്താ പറയും? അയ്യോ എന്തേലും ഒന്ന് പറയുന്നേ, അനാഥമാ. മാറാനാഥ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മാറി നിൽക്കടാന്നല്ല. മാറി നിൽക്കടാന്നല്ല, പിന്നെന്തുവാ? നമ്മുടെ കർത്താവ് വരുന്നു. ഒരാൾ പറയും നമ്മുടെ കർത്താവ് വരുന്നു. അപ്പോൾ മറ്റേയാൾ എന്താ പറയും? അവനെ സ്നേഹിക്കാത്ത അവനും ശപിക്കപ്പെട്ടവൻ. കൈയൊന്നുയർത്തിയൊന്ന് പറയും, ഈ ദേശം കേൾക്കട്ടെ, നെട്ടട്ട്. നമ്മുടെ കർത്താവ് വരുന്നു. ഉറക്കപ്പറ, നമ്മുടെ കർത്താവ് വരുന്നു. ഉറക്കപ്പറ, ഞങ്ങളുടെ കർത്താവ് വരുന്നു. നമ്മൾ ഒന്നിച്ചാ പ്രസംഗിക്കുന്ന. കൈയടിച്ചോണ്ട് പറ, ശക്തിയോട് ആരാധിച്ചോണ്ട് പറ, യേശു വരുന്നു, ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരുന്നു. സുഹൃത്തെ, നിങ്ങൾ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, നിങ്ങൾ അംഗീകരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ഇസങ്ങൾ സ്വപ്നം കാണും സുന്ദര രാജ്യം സ്ഥാപിപ്പാൻ. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ മരിച്ച ക്രിസ്തു, കല്ലറടക്കം ചെയ്യപ്പെട്ട ക്രിസ്തു, കല്ലറയെ തകർത്തുയർന്നേറ്റ ക്രിസ്തു, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, ഞങ്ങളുടെ പ്രാണപ്രിയൻ, രാജാതി രാജാവായി മടങ്ങി വരാൻ പോകുന്നു. കരമടിച്ച് ആരാധിച്ചോ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോ. ഒന്ന്, സഭയുടെ വന്ദനം, സല്യൂട്ടേഷൻ മറക്കരുത്. 2 വിശ്വാസികൾ തമ്മിൽ കണ്ടാൽ പറയാൻ, എനിക്ക് അവിടെ വിവരിക്കാൻ നേരമില്ല, നമ്മുടെ സമയത്ത് തീർക്കണം. കണ്ടാൽ പറയുന്നത് ഇതാ, കർത്താവിൻ്റെ വരവാ. ഇന്നത്തെ പോലെ കുശുമുകുന്നായ്മയെന്നല്ല. ഒരാൾ കണ്ടാൽ ഉടനെ മാറാനാഥ അനാഥമ, അല്ലെങ്കിൽ പിന്നെ വരാൻ സമയമുണ്ട്. അതായത് പറയാൻ അവിടെ അതേ ഉള്ളായിരുന്നു. വന്ദനം. 2 സഭയുടെ പ്രത്യാശ. 1 സഭയുടെ വന്ദനം, 2 സഭയുടെ പ്രത്യാശ. എന്താ പ്രത്യാശ? 1 തെസ്സലോനിക്ക ലേഖനം 4:15 മുതൽ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. പിന്നെന്താ എഴുതിയിരിക്കുന്നത്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പറഞ്ഞാട്ട് പ്രധാന ദൈവത്തോട് സ്വർഗത്തിൽ നിറവേരും. ക്രിസ്തുവിൽ മരിച്ചവർ പിന്നെ ജീവനോട് ശേഷിക്കുന്ന അവരോടൊരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ പറഞ്ഞേ എടുക്കപ്പെടും. ഇങ്ങനെ നാം കർത്താവിനോട് ആയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് എന്തു പ്രത്യാശയുടെ വാക്കാ. നിദ്ര, മരണത്തിന് കൊടുത്ത വാക്ക് കണ്ടോ? ബൈബിൾ ഒത്തിരി ഉണ്ട്. നിദ്ര, ഉറക്കം, ഉറക്കം. സ്തോത്രം. ഈ മരണം എന്നുള്ള വാക്കും ശവടക്ക്, ശവമഞ്ചം, ശവപ്പെട്ടി, സെമിത്തേരി കേൾക്കുന്നേ പേടിയാ. പേടി മാറ്റുന്നത് വിശുദ്ധ ബൈബിളാ. മരണത്തിൻ്റെ പേടി. ഈ മരണത്തിന് തന്നെ ആളുകൾ പല ഭാഷയായിടുന്നത്, പല പേരാ. മുതലാളിയാണ് നിര്യാതനായി, കച്ചവടക്കാരൻ ചരമമടഞ്ഞു, തിരുമേനി കാലം ചെയ്തു, രാജാവ് നാട് നീങ്ങി, തീപ്പെട്ടു, സമാധിയായി, ചരമമടഞ്ഞു, അതോ നിര്യാതനായി, കാലം ചെയ്തു, അന്തരിച്ചു, നാട് നീങ്ങി, പാവപ്പെട്ടനാണ് ചത്തുപോയി. സംഗതിയല്ല ഒന്നാച്ചാ
സത്തുപോയെന്നുള്ളതാ. സത്തുപോയി തമിഴിൻ്റെ ഭാഷയിൽ പറഞ്ഞ്. പക്ഷെ അവിടെയും വേറെ കൃത്യമാണ്. ചെയ്തോ. പക്ഷെ വേദവസം നൽകുന്ന എന്ത് മനോഹര. നിദ്ര കൊള്ളുന്നു. പൊടിയിലെ നിദ്ര കൊള്ളുന്ന ചിലർ നിത്യജീവനായി എഴുന്നേൽക്കും, ചിലർ നിത്യ ലജ്ജയ്ക്കായി എഴുന്നേൽക്കും. എൻ്റെ സ്നേഹിതനാൽ ആസം നിദ്ര കൊള്ളുക എന്ന് പറഞ്ഞാലേ ഉറങ്ങാൻ പോവാ. ഉറങ്ങുന്നവൻ ഉണരും. ഞങ്ങളുടെ പ്രത്യാശ അതാ, ഉണരും. 1000 സംവത്സരം നിൻ്റെ ദൃഷ്ടിയിൽ കിട്ടുന്ന സമയം ഉള്ളതകത്ത് കയറട്ടില്ലേ? നിൻ്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ഒരു ദിവസം പോലെ, ഒരു രാത്രിയിലെ ഒരു യാമം എന്ന് പറയാൻ വല്ല മനസ്സിലായോ? 25 വർഷം മുമ്പ് ഒരപ്പച്ചൻ, നമ്മുടെ അപ്പച്ചൻ, നമ്മുടെ അമ്മച്ചി മരിച്ചു. പ്രത്യാശയോട് നമ്മൾ കൊണ്ട് അടക്കി. കാഹളം ധ്വനിക്കുമ്പോൾ എഴുന്നേറ്റ് വരുന്നത് 25 വർഷത്തെ ക്ഷീണത്തോടല്ല, ഇന്നലെ ഉറങ്ങാൻ പോയിട്ട് എഴുന്നേറ്റ് വരുന്നോല. ഓ, പ്രത്യാശയോടെ കയ്യെന്താട്ടി സ്വതന്ത്രം പറഞ്ഞേ. അതാ പ്രത്യാശ, ക്രിസ്തീയ പ്രത്യാശ. ഇല്ലാതാകുകയല്ല. അപ്പം ഒന്ന് ക്രിസ്തീയ വന്ദനം, കർത്താവിൻ്റെ വരവ്. 2 ക്രിസ്തീയ പ്രത്യാശ, പറയുന്നേ കർത്താവിൻ്റെ വരവ്. 3 സഭയുടെ കാത്തിരിപ്പ്. ഫിലിപ്പിയ ലേഖനം 3:20. നമ്മുടെ പൗരത്വമോ അവിടെ നമ്മുടെ കർത്താവായ യേശു രാജാവായി വരുമെന്ന് ഉണ്ടോ? നമ്മുടെ കാത്തിരിപ്പ്, സഭയുടെ കാത്തിരിപ്പ്, കർത്താവിൻ്റെ വരവാ. സ്തോത്രം. അവസാനം സഭയുടെ പ്രാർത്ഥന. പാസ്റ്റർ അതൊന്ന് വായിച്ചു. വെളിപ്പാട് 22:20. ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. അപ്പം സഭയുടെ പ്രാർത്ഥന എന്തായിരുന്നു? ഉറക്കെ പറ. വരണമേ, വരണമേ. അപ്പം സഭയുടെ സല്യൂട്ടേഷൻ, വന്ദനം, കർത്താവിൻ്റെ വരവ്. സഭയുടെ പ്രത്യാശ, കർത്താവിൻ്റെ വരവ്. സഭയുടെ കാത്തിരിപ്പ്, കർത്താവിൻ്റെ വരവ്. സഭയുടെ പ്രാർത്ഥന എന്നാ? ഉറക്കെ പറയുന്നേ. ആമേൻ കർത്താവേ യേശുവേ. ഉറക്കെ പറ. ആമേൻ കർത്താവായ യേശുവേ. ഇപ്പോഴാവത്തെ ഞാനൊത്തിരി, നിങ്ങൾക്കറിയാം കേരളത്തിൽ ഇപ്പം കൃപയ ഒത്തിരി കല്യാണം നടത്തുന്ന ഞാനാ, പെന്തക്കോസ്തുകാരുടെ. അപ്പം ഞാൻ ചോദിക്കും, ഈ കല്യാണോറപ്പ് കഴിഞ്ഞാൽ കല്യാണം വേഗം നടക്കാൻ ആഗ്രഹം മണവാളനാണോ മണവാട്ടിക്കാണോ? 2 സൈഡിലിരിക്കുകയല്ലേ. മണവാളനാണോ മണവാട്ടിക്കാണോ വേഗം കല്യാണം നടക്കാൻ? അവർ പറഞ്ഞു കഴിഞ്ഞു മണവാളനാന്ന്. അതാ എല്ലാവർക്കും ഇഷ്ടം. 2 കൂടെ പറഞ്ഞ പ്രശ്നമില്ലല്ലോ, 2 പേർക്കും. സത്യത്തിൽ ഈ മണവാളനാണോ മണവാട്ടിക്കാണോ ധൃതി? വേദപുസ്തകത്തിൽ മണവാളൻ പറഞ്ഞു ഇതാ ഞാൻ. അപ്പം മണവാട്ടി എന്നാ പറഞ്ഞേ? വേഗം നമ്മൾ ചേർത്തതാ. ആമേൻ കർത്താവായ യേശുവേ എന്ന് പറയാൻ വലിയ ധൃതിയൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ വന്നാൽ മതി. നമ്മുടെ ഗാനവച്ചൻ്റെ ഭാഷയിൽ പറഞ്ഞ് ഇപ്പം സഭയുടെ പ്രാർത്ഥന ആമേൻ കർത്താവേ തരയണമേ. വരണമേ എന്നല്ല, തരയണമേ. ഇവിടെ ആരോ പറഞ്ഞെന്ന് എനിക്ക് തോന്നി. പണ്ട് എനിക്ക് കൊച്ചുപോനെയൊക്കെ ഇഷ്ടം. ഒരു ഏത് പഴയ പാട്ട് പറഞ്ഞാലും ഇവരൊക്കെ പാടും. അങ്ങനെ 4 പതിറ്റാണ്ടായില്ലേ, എത്ര പാട്ടുകാരെ കണ്ടു. നാളെ ഒരിടത്ത് ഞാൻ യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു പാടാൻ പറഞ്ഞപ്പം സിയോൻ ഗീതാവിൽ തപ്പുക. അവനറിയില്ല. അപ്പം നമ്മുടെ പാട്ടെന്തൊക്കെയായിരുന്നറിയാമോ? പെന്തക്കോസ്തുകാരൻ്റെ പാട്ടെന്തായിരുന്നു? യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൾ നീ. ഉണ്ടോ? പിന്നെ മൽപ്രിയേനേ ഇതരയിൽ നിന്നു നിൻ ശുദ്ധരേ ചേർത്തിടണേ. പിന്നെ കന്തനെ കാണുവാൻ ആർത്തിയുവാടേരുന്നേ, എല്ലാ പ്രത്യാശ മറ്റൊന്നിലും കാന്തനെ കാണുവാൻ. ബന്ധം ഇല്ലായ്മയുടെ നാളിൽ ഇതായിരുന്നൊക്കെ പാട്ട്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നാലും കൺവെൻഷന് വന്നാലും
സഭായത്തിന് വന്നാലും എന്നു വരും, എപ്പോൾ വരും, പോയതുപോ. ഇതായിരുന്നു പാട്ട്. ഇപ്പോഴത്തെ പാട്ട്, ഞാൻ ആ പാട്ടിനെ കുറ്റം പറയല്ല. ഇതുപോലെ ദൈവനന്മയെക്കുറിച്ച് പാടാൻ പറ്റിയ പാട്ടില്ല. ഞാൻ ആ പാട്ടിനെ അല്ല കുറ്റം പറയുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ പാട്ട് അന്നവോ ശ്രോതിനോൻ മുകളി എണ്ണമില്ലാതന്മേൽ ചൊരിഞ്ഞു. അതുകൊണ്ട് കർത്താവേ ഇപ്പോഴെങ്ങും ഇങ്ങോട്ട് വരല്ലേ. മിസ്രയീമിലേക്ക് പോയ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ് 4-ാം തലമുറയ്ക്കൊരു പുറപ്പാടുണ്ട്. അപ്പം സാത്താൻ 4-ാം തലമുറയ്ക്ക് ഭൗതികം കൊടുത്തു. മിസ്രയീം സുഖമാണ്, പിന്നെ കനാൻ എന്നാത്തിന്? അതുവരെ പരദേശികളെന്ന് പറഞ്ഞവർ, കൂടാരക്കുറ്റി ആഞ്ഞടിച്ചവർ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് ഇവിടം മതി. അപ്പം തമ്പുരാൻ എന്നറിയാമോ? യോസഫിനെ അറിയാത്തൊരു ഫറവോനെ എഴുന്നേൽപ്പിച്ചു. അടി തുടങ്ങിയപ്പോൾ അവർ പാടി എൻ്റെ ദേശം ഇവിടെ ഞാൻ പരദേശ. നീ പരദേശി എന്നത് മറന്നെപ്പം കൂടാരക്കുറ്റി ഇവിടെ ആഞ്ഞടിക്കുമോ? നീ ഇവിടുത്തുകാരനല്ലെന്ന് നിന്നെ അറിയിക്കാൻ ദൈവം യോസഫിനെ അറിയാത്ത ഫറവോന്മാരെ എഴുന്നേൽപ്പിക്കും. ഈ രാത്രി ഞാൻ വിളിച്ചു പറയാൻ, കർത്താവ് ആരെയും കാത്തു നിന്ന് കൊണ്ടുപോകാൻ വരുന്നില്ല. കാത്തു നിൽക്കുന്നവരെ ചേർക്കാൻ യേശു ഇറങ്ങി വരും. യേശു ആരെ ഒരുക്കി കൊണ്ടുപോകാൻ വരുന്നില്ല. ഒരുങ്ങി നിൽക്കുന്നവരെ ചേർക്കാൻ നമ്മുടെ കർത്താവ് ഇറങ്ങി വരും. വാ തുറന്ന ശക്തിയോടെ കൈ ഉയർത്തി സ്തോത്രം പറ. ഹല്ലേലൂയ. ഒരുങ്ങി നിൽക്കണം. സഭ മയക്കത്തിൽ. അപ്പോഴാണ് കാഹളം പിടിച്ചത്. മണവാട്ടി മയക്കത്തിലായി. കന്യകമാർ ഉറങ്ങി. ഇവൻ കൂർക്കമ്പലിയാ. ഉറങ്ങുന്നവനെ മരിച്ചവടിയിൽ നിന്ന്. ഞാൻ മറ്റൊരു വിഷയം കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ യോനയുടെ പുസ്തകത്തിൽ നിന്ന് പ്രസംഗിച്ചു. സകല ആളുകളും ഇപ്പം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു പറയാൻ ഇരുന്ന് പ്രാർത്ഥിക്കുക. കപ്പലിൽ കാറ്റടിച്ച് കപ്പൽ ഇളകിക്കൊണ്ടിരിക്കുമ്പം സകല എണ്ണവും ഉണർന്ന് അവരവരുടെ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ പ്രവാചകൻ എന്തോ ചെയ്യുക? ഈ ഉപദേശി എന്നെ ചെയ്യുക? അടുത്തട്ടി കിടന്ന് ആ പദം വായിച്ച് പറഞ്ഞേ, നല്ലവണ്ണം ഉറങ്ങുക. നിങ്ങളോട് ക്ഷമിക്കണം. ക്ഷമിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ ഇടത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കും കുറുക്കമ്പലി കേൾക്കുക. വേറെ ആരുമല്ല, അധ്യക്ഷസ്ഥാനത്തിരുന്ന പുള്ളിന്ന് കുറുക്കമ്പലിക്കുക. ആയം കൊണ്ട ചാൻ നല്ല ഉണർന്നിരിക്കുന്നുണ്ട്. അതവിടെ കിടക്കട്ടെ. അച്ചായൻ പറഞ്ഞ വല്ല മരുന്നോ വല്ലതും അടിച്ചിട്ട് വന്നാണ്. ഇന്നത്തെ സഭയുടെ അവസ്ഥ, സകല എണ്ണം ഉണർന്നു കഴിഞ്ഞു. പരസ്യമായി വിളിച്ചു പറയാൻ കഴിയില്ലേ? എല്ലാ കുറ്റിക്കാടും ഉണർന്നു കഴിഞ്ഞു. എല്ലാ എണ്ണവും ഉണർന്നു കഴിഞ്ഞു. ഉണരാത്തൊരു കൂട്ടർ പെന്തക്കോസ്തുകാരാ നീയാ, സഭയെ നീയാ. ആകാശം ഒരുങ്ങിക്കഴിഞ്ഞു, കടൽ ഒരുങ്ങിക്കഴിഞ്ഞു, കര ഒരുങ്ങിക്കഴിഞ്ഞു, ഇസ്രായേൽ ഒരുങ്ങിക്കഴിഞ്ഞു, ദൂതന്മാർ ഒരുങ്ങിക്കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, യേശു മടങ്ങി വരാറായി. നീ ഒരുങ്ങിയിട്ടുണ്ടോ? കൈകളടി അന്യഭാഷയോടെ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ഓ ഭാഷമ റഖുനിയ. ഒരുങ്ങുക, ഉണരുക, ഉണർന്ന് പ്രാർത്ഥിക്കുക. സഭയുടെ പ്രത്യാശ. നമ്മുടെ സമയം പോലെ പോകുന്നു. സഭയുടെ കാത്തിരിപ്പ്, സഭയുടെ വന്ദനം, ഇതെല്ലാം യേശുവിൻ്റെ വരവായിരുന്നു. ദൈവദാസൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ച് സ്റ്റേജിൽ കയറിയ ഹൂസ്റ്റനാണോ ന്യൂയോർക്കാണോ കാനഡ ആണോ എന്ന് ഞാൻ നോക്കില്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടേ ഞാൻ ഇരിക്കൂ. ഈ പെന്തക്കോസ്തുകാരുടെ പണ്ടത്തെ പ്രധാന പ്രസംഗം എന്തായിരുന്നു? കർത്താവിൻ്റെ വരവ്. 5 ദിവസം കൺവെൻഷൻ കൊണ്ട് 2 ദിവസം യേശുവിൻ്റെ വരവ് പ്രസംഗിക്കാൻ നിർത്തില്ല. ഇന്ന് 7 ദിവസം കൊണ്ട് 350 350 ആളുകളൊക്കെ പ്രസംഗിക്കുന്ന ഇടമൊക്കെ ഉണ്ട്. എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരെണ്ണം പോലും യേശുവിൻ്റെ വരവ് മിണ്ടത്തില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രസംഗിച്ച് ഇപ്പോൾ പ്രാസംഗികന് തന്നെ സംശയമായി കർത്താവ് വരുമോന്ന്. അഥവാ വന്നാൽ പോകുന്ന അയാൾക്ക് ഉറപ്പില്ല. സ്തോത്രം. നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും, ഒരുങ്ങിയിരിപ്പി. ഞാൻ 6 സാക്ഷികളെക്കുറിച്ച് പറഞ്ഞു. 7ാമത്തെ സാക്ഷി അവൻ നാസ്രയനായ യേശുവാണ്. കൈയൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞ്. നമ്മുടെ കർത്താവാണ് ആ സാക്ഷി. എന്താ കർത്താവ് പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 14:1, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞോ, നിങ്ങൾ സ്ഥലമൊരുക്കാൻ പോകുന്നു. സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യോഹന്നാൻ 14:18, ഞാൻ നിങ്ങളെ അനാഥരായി വിടില്ല, ഞാൻ പിന്നെയും നിങ്ങളുടെ അടുക്കൽ വരും. എത്ര വാക്യങ്ങളാ!
യോഹന്നാൻ 14:19 കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും, ഞാൻ ജീവിക്കുന്നുകൊണ്ട് നിങ്ങൾ ജീവിക്കും. യോഹന്നാൻ 14:28 ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും. ഇന്ന് രാത്രി ഞങ്ങൾ ഈ നാട്ടുകാരോട് പറയാം, ഒരുത്തൻ്റെയും സാക്ഷ്യം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഐ വിൽ കം അഗൈൻ. ഈ മൂന്ന് വാക്ക് മതി അവനെ കാത്തിരിപ്പാൻ. കാരണം ഞങ്ങളുടെ കർത്താവ് വോഷ്കു പറയുന്നവനല്ല, വ്യാജം പറയുന്നവനല്ല. അവൻ പറഞ്ഞാൽ അത് പറഞ്ഞ പോലെ ചെയ്യും. ഒന്ന് കൈയടിച്ച് ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, അവൻ വാക്കുമാറുന്നവനല്ലെന്ന് പറ. അന്യഭാഷ ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, അവൻ കൈവിടുന്നവനല്ല, അവൻ കൈ ഒഴിയുന്നവനല്ല. ഈ 3 വാക്ക് മതി അവനെ കാത്തിരിപ്പാൻ. വേറെ ആരുടെയും സാക്ഷ്യത്തെളിവ് ഞങ്ങൾക്ക് ആവശ്യമില്ല. സ്തോത്രം. നമ്മുടെ കർത്താവിനെ വിസ്തരിക്കുമ്പോൾ അതോടെ പറഞ്ഞ ഭാഗം വിട ഞാൻ അനവധി ചോദ്യങ്ങൾ കർത്താവിനോട് ചോദിച്ചു, നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷെ യേശു ഒന്നിനും ഉത്തരം പറഞ്ഞില്ല. യേശു നിശബ്ദനായിരുന്നു. 2 ചോദ്യത്തിനെ കർത്താവ് മറുപടി പറഞ്ഞുള്ളൂ. ഞാൻ ഈയിടെ നിങ്ങൾ ഒത്തിരി ഈ എൻ്റെ മെസ്സേജിൻ്റെ കട്ടിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക കൃപയാൽ. അപ്പോൾ ഞാൻ ഈയിടെ ഇവിടുത്തെ പ്രസംഗിച്ചപ്പം പറഞ്ഞു, എല്ലാ ചോദ്യത്തിനും നീ ഉത്തരം കൊടുക്കാൻ പോകരുത്. നിന്നോട് ചോദിക്കുന്ന എല്ലാത്തിനും നീ ഉത്തരം പറയാൻ പോകരുത്, മറുപടി പറയാൻ ദൈവത്തെ ഏൽപ്പിക്കണം. പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ അവൻ മറുപടി പറഞ്ഞുകൊള്ളും. ഒന്നുകൂടെ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ്. കർത്താവല്ല, നിങ്ങൾ പോയി നോക്കും, മിണ്ടാതിരുന്നു എന്നാണ്. മിണ്ടാതിരുന്നു. പാസ്റ്റർ എന്ന് വായിച്ചത് കുറിച്ചൊന്നും എനിക്കറിയില്ല. യോഹന്നാന്റെ സുവിശേഷം 19:10 കർത്താവ് കൊടുത്തൊരു മറുപടി പീലാത്തോസിനാണ്, മറ്റൊന്ന് ഹെരോദാവിനാണ്. ബാക്കി ഒന്നിനും കർത്താവ് മറുപടി പറഞ്ഞില്ല. ഒന്ന് വായിച്ചേ, 19:10 വായിച്ചേ. പീലാത്തോസിന്റെ അഹങ്കാര ചോദ്യം പറഞ്ഞു. 19:10 യോഹന്നാന്റെ സുവിശേഷം. നീ എവിടെ നിന്നാകുന്നു എന്ന് യേശുവിനോട് ചോദിച്ചു. യേശു ഉത്തരം പറഞ്ഞില്ല. കണ്ടോ, യേശു ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസ് അവനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിക്കുവാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയക്കാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട്, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എന്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഉണ്ടാകുകയില്ലായിരുന്നു. അതുകൊണ്ട് ഒന്നുകൂടെ കൈ ഓർത്തി ഒരു സ്തോത്ര ശക്തിയോട് പറഞ്ഞു. കർത്താവ് 2 ചോദ്യത്തിനെ മറുപടി. അതൊരു ചോദ്യം ഇത്. പീലാത്തോസ്, നീ എന്താണെന്നും മിണ്ടാതിരിക്കുന്നേ? അടുത്ത പദവൻ അഹങ്കാരത്തോട് ചോദിച്ചു, നിന്നെ ക്രൂശിക്കാൻ ഏൽപ്പിക്കാനും നിന്നെ വിട്ടയക്കുവാനും എനിക്ക് അധികാരമുണ്ടെന്ന് നിനക്ക് അറിഞ്ഞുകൂടെയോ? അപ്പോൾ എൻ്റെ കർത്താവ് വാ തുറന്നിട്ട് പറഞ്ഞു, മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്കെൻ്റെ മേൽ ഒരധികാരവുമില്ല. വാ തുറന്നോ, കൈ ഉയർത്തിയോ. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുണ്ട്, കൈ ഉയർത്തി പിടിച്ചോണ്ട്. ദുഷ്ടപിശാചികൾക്ക് പറ, ദുഷ്ടപിശാചെ, മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേൽ ഒരധികാരവുമില്ല. കൈയൊന്നടിച്ചോ, ശക്തിയോട് അന്യഭാഷ സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, ഓടാമാ റിയാന, മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിന്മേൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരധികാരമില്ല. കൈയടിച്ച് ശക്തിയോട് സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, സാത്താന്റെ ചരക്ക് നിന്റെ ഇല്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പറ, ദുഷ്ടപിശാചെ, മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിന്മേൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരധികാരമില്ല. ഒരധികാരമില്ല. രണ്ടാമത് കർത്താവ് കൊടുത്ത ഉത്തരം സുവിശേഷം 26:63 നീ ക്രിസ്തുവോ തന്നെയോ പറക. ഉടനെ കർത്താവ് വാ തുറന്നു. അവനും പറഞ്ഞു, നീ എന്നാ ഒന്നും മിണ്ടാതിരിക്കുന്നേ? അതെ, ഞാൻ ആകുന്നു. മനുഷ്യപുത്രൻ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും. ഇന്ന് രാത്രി ഞങ്ങളൊന്നുകൂടെ പറയാം, ലോകത്തിൽ ആരെല്ലാം വിശ്വസിച്ചാലും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ കർത്താവ് ഭോഷ്ക് പറയില്ല. അവൻ മടങ്ങി വരും. കൈ ഉയർത്തി പറ, അവൻ മടങ്ങി വരും. ഇന്ന് രാത്രി ആയിരക്കണക്കിന് വേദിയിൽ വിളിച്ചു പറഞ്ഞ് ഇന്ന് രാത്രി ഞങ്ങൾ പറയാം, ലോകത്തിൽ ഒരു നേതാവും പറയാത്തത് പറഞ്ഞിട്ട് പോയത് ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവാ. ഹിറ്റ്ലർ പറഞ്ഞില്ല മടങ്ങി വരാമെന്ന്, മുസോളനി പറഞ്ഞില്ല, കാറൽ മാർക്സ് പറഞ്ഞില്ല, ലെനിൻ പറഞ്ഞില്ല, എംഗൽസ് പറഞ്ഞില്ല, സഞ്ജയ്ജി പറഞ്ഞില്ല, നെഹ്റുജി പറഞ്ഞില്ല, ഇന്ദിരാജി പറഞ്ഞില്ല, മഹാത്മാഗാന്ധി പറഞ്ഞില്ല, മുഹമ്മദ് നബി പറഞ്ഞില്ല മടങ്ങി വരാമെന്ന്. ഞാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയ ഒറ്റ നേതാവുണ്ടെങ്കിൽ അത് യേശു മാത്രമെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ദൈവമക്കൾ ഒരിക്കൽ കൂടെ കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം പറയാം. അവൻ മടങ്ങി വരും. അവൻ മടങ്ങി വരും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരും മുമ്പ് ഭൂമിയിൽ സംഭവിക്കേണ്ട 96ഓളം ഇൻസിഡൻസ്, അടയാളങ്ങൾ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 96ഓളം അടയാളങ്ങൾ.
ഈ അടയാളങ്ങളെ ബൈബിൾ 4 തിരിക്കുന്നു. 1 പ്രാവഞ്ചിക ലക്ഷണങ്ങൾ, 2 ജാതീയ ലക്ഷണങ്ങൾ, 3 മാർഗീയ ലക്ഷണങ്ങൾ, 4 യഹൂദിയ ലക്ഷണങ്ങൾ. ഒന്നുകൂടെ പറയാം. 1 പ്രാവഞ്ചിക ലക്ഷണങ്ങൾ. യേശു കർത്താവിൻ്റെ വരവെടുക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? യേശു കർത്താവിൻ്റെ വരവെടുക്കുമ്പോൾ ജാതീയ മണ്ഡലത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? യേശു കർത്താവിൻ്റെ വരവെടുക്കുമ്പോൾ യഹൂദ ജാതിയുടെ അവസ്ഥ എന്തായിരിക്കും? യേശു കർത്താവിൻ്റെ വരവെടുക്കുമ്പോൾ ദൈവസഭയുടെ അവസ്ഥ എന്തായിരിക്കും? 4 ഒന്നിച്ച് പഠിച്ചാൽ അവൻ അടുക്കൽ വാതുക്കലായിരിക്കുകയാണ്. ഇത് 4 രാത്രി പ്രസംഗിക്കേണ്ടതാണ്. ഇസ്രായേൽ ലോകത്തിൻ്റെ കടികാരം, ദിശ നോക്കി യന്ത്രം, അങ്ങോട്ട് നോക്കിയാൽ മതി എന്നാ നടക്കുന്നതെന്ന് അടിച്ച് നിരത്തുക. ആർക്കും തടയാൻ കഴിയുന്നില്ല. കേരളത്തിൻ്റെ പകുതിയോ അല്ലെ മുക്കാലോ ഉള്ളൊരു രാജ്യം ലോകങ്ങളെ വിറപ്പിക്കുക. കിടുകിട ആര് പറഞ്ഞിട്ടും അവൻ അനുസരിക്കുന്നില്ല. കാരണം ഈ പുസ്തകത്തിൽ അതിലെഴുതിക്കുന്നത് ഞാൻ വേദ സത്യപുസ്തകത്തിൽ എഴുതി എല്ലാം നിവർത്തിക്കപ്പെടണം. നിങ്ങൾക്ക് സ്തോത്രം പറയാമെങ്കിൽ പറഞ്ഞാൽ മതി. എന്തിനധികം നോക്കുന്നത്? എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ചില ആഴ്ച മുമ്പ് കുവൈറ്റിലായിരുന്നു. സത്യത്തിൽ ഈ അറബികളൊക്കെ ഗൾഫിൽ നിന്നല്ലേ വന്നത്, പോയി വാരി കൂട്ടുക എന്നാണ് പറയുന്നത്. സ്റ്റോർ ചെയ്തൊക്കെ എന്നാ സംഭവിക്കാൻ പോകുന്ന അറിയില്ല, എപ്പോൾ എന്നെ എവിടെ നടക്കുമെന്നും അറിയില്ല. മനസ്സിലായോ? എല്ലാം റെഡിയായി കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാം, ഭൂമി പൊടുപട പൊട്ടും, കിറുങ്ങും, മത്തനെ പോലെ ചാഞ്ചാടും, ഇതെല്ലാം ഇടിഞ്ഞു പൊടിഞ്ഞ് താഴെ വീഴും. അതിനു മുമ്പ് കാഹളം ധ്വനിക്ക് ഇവിടെ കയറി വന്ന ശബ്ദത്തിൽ ദൈവസഭ മാറ്റപ്പെടും. ഒന്ന് കൈ ഉയർത്തിയാട്ടെ ശക്തിയോട് സ്തോത്രം പറഞ്ഞ്. ഒരു വാക്യം എല്ലാം വായിക്കാൻ നേരമില്ല. 21 ലൂക്കോസ് വിശേഷം 21-ന്റെ 25-ാം വാക്യം വായിച്ചാട്ട്. ലൂക്കോസ് വിശേഷം 21-ന്റെ 25-ാം വാക്യം. ലൂക്കോസ് 21-ന്റെ 25 പെട്ടെന്ന്. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും. ആ ഒറ്റ വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞതാണ്. ഒറ്റ വാക്യത്തിൽ 2 അടയാളങ്ങളുണ്ട്. ഒന്ന് പ്രാവഞ്ചിക ലക്ഷണങ്ങൾ, 2 ജാതീയ ലക്ഷണങ്ങൾ. അവിടെ എഴുതിയിരിക്കുന്നത് ഒന്നുകൂടെ വായിച്ച പാസ്റ്റേ. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും. ഇതൊക്കെ പണ്ട് ഇത് എഴുതി വെച്ചപ്പോഴും വായിച്ചപ്പോഴും ആർക്കും മനസ്സിലായില്ല. കടലിളകും. കടലിൻ്റെയും ഓളത്തിൻ്റെയും ശ്രദ്ധിച്ചു കേൾക്കണം. മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശ വർദ്ധിക്കും, ഭയം വർദ്ധിക്കും. നിരാശ വർദ്ധിച്ചിരിക്കുന്നു, ഭയം വർദ്ധിച്ചിരിക്കുന്നു, പരിഭ്രമം വർദ്ധിച്ചിരിക്കുന്നു. അത് കാണണമെങ്കിൽ ഈ വയനാട്ടിലെ ആ ഒലിച്ചിറങ്ങ ശേഷം ഭൂമിയുടെ ഒരു ഭാഗത്തും ഇങ്ങനെ പൊടുപുട ഒരു സൗണ്ടൊക്കെ കേട്ടു. എന്തോ ഒരു ഭീതിയാണ്, ഇറങ്ങി ഓടുകയായിരുന്നു. അവിടെ ഒരു പദമുണ്ട്, കടലിൻ്റെ മുഴക്കം ജാതികൾക്ക് പരിഭ്രമം ഉണ്ടാക്കും. വർഷങ്ങൾക്ക് മുമ്പ് കടലിളകിയാൽ ആർക്കും പ്രശ്നമില്ല. എന്നാൽ ഇന്തോനേഷ്യയിലെ സുമത്ര എന്ന ദ്വീപിൽ ഒരു ഭൂമികുലുക്കമുണ്ടായി. ആ ഭൂമികുലുക്കത്തോട് ചേർന്ന് സുനാമി എന്ന രാക്ഷസ തിരമാല ഉയർന്നു. ആ പ്രതിഭാസം നമ്മുടെ നൂറ്റാണ്ട് കണ്ടത് ആ ടൈമിലാണ്. കൊന്നത്തങ്ങിൻ്റെ വലിപ്പത്തോളവും കടലുയരും. ഞാൻ താമസിക്കുന്ന കായംകുളത്താണ്. നേരെ ബജുവിനൊക്കെ പാസ്റ്റർക്കൊക്കെ അറിയാം, 15 കിലോമീറ്റർ പോയ കടലാണ്. അപ്പം കടലും കായലും ഒന്നിച്ചു കൊന്നത്തങ്ങിൻ്റെ വലിപ്പത്തോളം ഉയർന്നു. 2 മണിക്കൂർ കൊണ്ട് 2 ലക്ഷം ആളുകളെ കടലെടുത്തു. അന്നേരം അമേരിക്കക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരുടെ പട്ടണത്തിന് നേരെ വന്നു ഹരിക്കേൻ എന്നാ അവൻ പറഞ്ഞേ. നല്ല പെൺപിള്ളാരുടെ പേരൊക്കെ ആയിട്ട് കത്രീന എന്നും റീത്ത എന്നും ഒക്കെ എടുത്തോണ്ടങ്ങ് പോയി. അവർ പറഞ്ഞു ഞങ്ങൾ സേഫാണ്, ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷിത സ്ഥാനമെന്ന് പറഞ്ഞിരുന്ന. കാറ്റടിച്ചപ്പോൾ ആരും പറഞ്ഞില്ല അടിക്കാൻ പോകുന്നെന്ന്. അടിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് അടിച്ചെന്ന്. എല്ലാം മനസ്സിലാകുന്നുണ്ടോ? ദൈവം നിന്നെ കുലുക്കാൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ഒരുത്തരും നിന്നെ പിടിച്ചു നിർത്താൻ കഴിയില്ല. ദൈവം നിന്നെ പൊളിക്കാൻ തീരുമാനിച്ചാൽ ലോകത്ത് ആർക്കും നിന്നെ പണിയാൻ കഴിയില്ല. ദൈവം നിന്നെ ഇടിക്കാൻ തീരുമാനിച്ചാൽ ആർക്കും നിന്നെ നിർത്താൻ കഴിയില്ല. എന്നാൽ മറുപരം പറയാം, ദൈവം നിന്നെ നിർത്താൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ആർക്കും നിന്നെ കുലുക്കാൻ കഴിയില്ല. ദൈവം നിന്നെ പണിയാൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ആർക്കും നിന്നെ പൊളിക്കാൻ കഴിയില്ല. കൈയടിച്ച് സ്തോത്രം പറ. അവൻ നമ്മെ പണിയും, അവൻ നമ്മെ നിർത്തും, ആർക്കും കുലുക്കാൻ കഴിയില്ല. അപ്പം അതിനുശേഷം ഭീതിയാ. എന്താ? കടലിളകിയ ഭയമാണ്. അതിനെന്നാ കാരണം?
നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ വൻ പട്ടണങ്ങളെല്ലാം സമുദ്രതീരത്താണ്. ലോകത്തിലെവിടെ കൃപയാൽ മലയാളികൾ ഏത് രാജ്യങ്ങളുണ്ട് അവിടെല്ലാം പോകാൻ ദൈവം എനിക്ക് അവസരം ഈ പുസ്തകം കൊണ്ട്. പക്ഷേ വൻ പട്ടണങ്ങളെല്ലാം സമുദ്രതീരത്താണ്. നമ്മുടെ കൊച്ചു കേരളം എടുത്തേ, കന്യാകുമാരി എവിടാ? കടൽ തീരത്ത്. തിരുവനന്തപുരം സമുദ്രതീരത്ത്, കൊച്ചി കടൽ തീരത്ത്, ആലപ്പുഴ കടൽ തീരത്ത്, കൊല്ലം കടൽ തീരത്ത്, കോഴിക്കോട് കടൽ തീരത്ത്, മംഗലാപുരം കടൽ തീരത്ത്, ബോംബെ കടൽ തീരത്ത്, മദ്രാസ് കടൽ തീരത്ത്, കൽക്കട്ട, അങ്ങനെ വൻപെൺ നഗരങ്ങൾ. ഇനി അമേരിക്ക ന്യൂയോർക്ക് കടൽ തീരത്ത്, ഫ്ലോറിഡ കടൽ തീരത്ത്, വൻ പട്ടണങ്ങളെല്ലാം കടൽ തീരത്ത്. കുവൈറ്റ് കടലിൻ്റെ നടുവിൽ, സൗദി കടലിൻ്റെ നടുവിൽ, മസ്കറ്റ് കടലിൻ്റെ നടുവിൽ, ദോഹ കടലിൻ്റെ നടുവിൽ, UK കടലിൻ്റെ നടുവിൽ, അയർലൻഡ് കടലിൻ്റെ നടുവിൽ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞേക്കാം, ആരും അഹങ്കരിക്കരുത്, ആരും നിഗളിക്കരുത്. സ്വർഗത്തിലെ ദൈവം വെള്ളം വിട്ടയച്ചാൽ അത് ഭൂമിയെ മറിച്ചു കളയും. ഒന്നുകൂടെ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. എന്തിനാ അതൊക്കെ കൂടുതൽ പറയണേ? ഞാൻ ഈ വൻ പട്ടണങ്ങളുടെ പോകുമ്പോൾ, കഴിഞ്ഞ വന്നിട്ട് ബോംബെയിലായിരുന്നു, ഈ വൻ പട്ടണങ്ങളുടെ പോകുമ്പോൾ ഇങ്ങനെ നോക്കും, ആകാശം മുട്ടി നിൽക്കുന്നു. കുവൈറ്റിൽ നിന്ന് വന്ന പിറ്റേ ദിവസം എനിക്ക് ബാംഗ്ലൂർ പ്രസംഗിക്കാൻ പോകണമായിരുന്നു. അപ്പോൾ ഞാനവിടെയും പറഞ്ഞു, ഈ നിൽക്കുന്നതൊക്കെ റിക്ടർ സ്കെയിലിൽ 5.5 ഒരു കുലുക്കം മതി. ഒരു കുലുക്കം വർഷങ്ങളുടെ പണി ഇല്ലാതാക്കാൻ, മനുഷ്യ നിൻ്റെ വർഷങ്ങളുടെ പ്രയത്നം ഇല്ലാതാക്കാൻ ദൈവത്തിന് 2 സെക്കൻഡ് വേണ്ട. ഈ നാട്ടുകാരോട് പറയാ, ഒന്ന് കണ്ടുകൊണ്ടും അഹങ്കരിക്കരുത്, ദൈവത്തെ വെല്ലുവിളിക്കരുത്, നിഗളിക്കരുത്. നാം ആകുന്ന ദൈവത്തിന്റെ കൃപയാലാണ്. കൈയടിച്ചു ഹക്കിയോട് സ്തോത്രം പറ. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചേ. ഒന്ന് കണ്ടും പ്രശംസിപ്പാനില്ല സുഹൃത്തുക്കളെ. ദൈവത്തിന്റെ കരുണയാ. ഒരു സെക്കൻഡ് കുലുക്കിയാ തീർന്നു, എല്ലാം പോയി. സ്തോത്രം. അപ്പം ഇവിടെ എഴുതിയിരിക്കുന്നു, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാവും. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമുണ്ടാകും. ഗായപ്പവന് 2:6-7 വാക്യം കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട്, ഞാൻ കരയെ ഇളക്കും, ഞാൻ കടലിനെ ഇളക്കും, ഞാൻ സമുദ്രത്തെ ഇളക്കും. അടുത്ത വാക്യം, സകല രാജ്യത്തിൻ്റെയും മനോഹര വസ്തു വരികയും ചെയ്യും. അപ്പോൾ ഈ മനോഹര വസ്തു വരും മുമ്പ് ഒരു ഇളക്കം നടക്കണം. കരയിളകുന്നു, കടലിളകുന്നു, ആകാശമിളകുന്നു, മനുഷ്യനിളകുന്നു. ഇളക്കമില്ലാത്ത രാജ്യം സ്ഥാപിപ്പാൻ യേശു വരാറാ. ഈ വേദവസ്ഥ എവിടെ എടുത്താലും എത്ര ക്ലിയറാ പ്രവചനം. 65-ാം സങ്കീർത്തനം 7-ാം വാക്യം വായിച്ച പാസ്റ്റേ. 65-ാം സങ്കീർത്തനം 7-ാം വാക്യം, 65-ന്റെ 7, 65-ാം സങ്കീർത്തനം 7-ാം വാക്യം. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു. ഇതുമെല്ലാം ഒരുപോലെ ശമിപ്പിക്കാൻ വേണ്ടി ഒരുവനുണ്ട്. അടുത്ത വാക്യം, വായിച്ച പാസ്റ്റേ. ഭൂസിമാവാസികളും നിന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. എത്ര ക്ലിയർ ആ സങ്കീർത്തനത്തിലും ഉണ്ട് കർത്താവിന്റെ വരവ്. ഒന്ന് കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. ഭൂസിമാവാസികളും ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. സ്നേഹിതരെ, ഈ ലോക ജനസമുദായ കടലിളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരയിളകുന്നു, കടലിളകുന്നു, ഇംഗ്ലണ്ട് ഇളകുന്നു, ഇറ്റലി ഇളകുന്നു, ഫ്രാൻസ് ഇളകുന്നു, ജർമ്മനി ഇളകുന്നു, ഇന്ത്യ ഇളകുന്നു. മനുഷ്യൻ ഇളകുക. ഇവരുടെ ഇടക്കം നിർത്താൻ ഒരു ഭരണാധികാരിയെ കൊണ്ടും കഴിയില്ല. കാറ്റെ അടങ്ക, കടലെ ശാന്തമാകാ എന്ന് പറഞ്ഞ് ഒറ്റ വാക്കിൽ ഇതിനെ ശാന്തമാക്കാൻ അധികാരമുള്ള ഒരുവനുണ്ട്. അവൻ ഇറങ്ങി വരും. എത്ര പേർക്ക് ശക്തിയോട് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? അതുവരെ ആര് ഭരിച്ചാലും ഇവിടെ നന്നാകില്ല. അപ്പം നാളെ റിസൾട്ട് വരാൻ പോവാ, ചാകുക പറയുന്ന ആൾ. ആര് ഭരിച്ചാലും റെഡിയാകില്ല. പിന്നെ എനിക്കൊരവസരം കിട്ടിയായിരുന്നേ ഞാനിത് നന്നാക്കാമായിരുന്നെന്ന് ആരും പറയരുത്. അതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുക. നീയും കയറിയിരുന്ന് ഭരി, എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് കയറി. ഇപ്പം എല്ലാം ശരിയായില്ലേ? ആയി. അവരുടെ കുഴപ്പമല്ല, അവരെല്ലാം നല്ല ആളുകളാണ്. പക്ഷെ അവരെ കൊണ്ടൊന്നും ഇത്, കാരണം കോരൻ ഇപ്പോഴും കുമ്പിളില്ല കഞ്ഞി. നിങ്ങൾ അംഗീകരിക്കുക, എനിക്കത് പ്രശ്നമല്ല. സ്വാധീനതയും പിടിപാടുമുള്ളവനും തൻകാര്യവും സ്വജനപക്ഷപാതം ഒക്കെയാണ്. അല്ലാത്തവൻ ഇവിടെ ഒന്നും നടക്കില്ല. പിന്നെ
ആരും പറയരുത് എനിക്കൊരവസരം കിട്ടിയായിരുന്നു ഞാനിത് അവിടെ നീയും കയറിയിരുന്ന് ഭരിച്ചു. അവസാനം നീയും പറയും എന്നെ കൊണ്ടൊക്കത്തില്ലെന്ന്. അപ്പം ഭരിക്കാൻ അറിയുന്നിറങ്ങി വരും. നിങ്ങൾ സ്തോത്രമൊന്നും പറഞ്ഞു കേട്ടില്ല. എനിക്ക് ഈ മനസാന്തരപ്പെടാത്ത പെന്തക്കോസുകാരുടെ കാര്യം കേൾക്കുമ്പോഴാണ് കഷ്ടം. അവർ ഇന്നാരും വന്നാ രക്ഷയാ. നിന്നോടാര് പറഞ്ഞു? നാണമില്ലയോടാ? ഇവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിനക്കൊരു വാക്ക് പറയാൻ കഴിയുന്നുണ്ടോ? ഞങ്ങൾ പറയാം ഇന്ന് രാത്രി ഇവിടെ നിന്ന് ആര് വന്നാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഞങ്ങളുടെ ദൈവം അനുവദിക്കാതെ ഒരുത്തനും ഞങ്ങളെ തൊടാൻ കഴിയില്ല. ദൈവത്താൽ അധികാരമില്ല. പക്ഷെ നിങ്ങളെ കൊണ്ട് നന്നാക്കാൻ കഴിയില്ല. കാരണം ഇത് ടോട്ടൽ ലോസ്റ്റിൽ തള്ളിയിരിക്കുക. ഇതാരെ കൊണ്ട് നന്നാക്കാൻ കഴിയില്ല. കൊച്ചുവനെ ക്ഷീണമുണ്ടെന്ന് എനിക്കറിയാം. ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും, ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും. കൈയടിച്ചേ. ഭരണാധികാരികൾ പൊടുന്നനാവെ മാറിടും. കൈയടിക്കേ. ഭരണാധികാരികൾ പൊടുന്നനാവെ മാറിടും. മരീച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും, മരീച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും. യേശുരാജൻ വേഗം വാനിൽ വന്നിടും, യേശുരാജൻ വേഗം വാനിൽ വന്നിടും. തൻവരാവിനായൊരുങ്ങി നിൽക്ക നാം ദിനം, തൻവരാവിനായൊരുങ്ങി നിൽക്ക നാം ദിനം. ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം. ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും, ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും. ഭരണാധികാരികൾ പൊടുന്നനാവെ മാറിടും, ഭരണാധികാരികൾ മരീച്ചുയർത്താവൻ ഭരണം കൈകൾക്കും, മരീച്ചുയർത്താവൻ ഭരണം കൈകൾക്കും. അത്യമൂതലായ സകല വൃക്ഷവും, അത്യമൂതലായ സകല വൃക്ഷവും കൂട്ടമായി തളിർത്തുകാൻ മതോർത്തു നോക്കുകിൽ, കൂട്ടമായി തളിർത്തുകാൻ മതോർത്തു നോക്കുകിൽ. ഓ നാദത്തിൽ നാദം കേൾക്കാറായി, ഓ നാദത്തിൽ നാദം കേൾക്കാറായി. യേശുരാജൻ വേഗം വാനിൽ വന്നിടും, യേശുരാജൻ വേഗം വാനിൽ വന്നിടും. താൻ വരാവിനായൊരുങ്ങി നിൽക്ക നാം ദിനം, താൻ ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം. സൂര്യചന്ദ്രതാരകാദിഗോളങ്ങൾ, സൂര്യചന്ദ്രതാരകാദിഗോളങ്ങൾ സൂക്ഷ്മബുദ്ധികൾ നിരീക്ഷണം നടത്തുമ്പോൾ, സൂക്ഷ്മബുദ്ധികൾ നിരീക്ഷണം നടത്തുമ്പോൾ ഭീമാമാറ്റം വരുവാൻ പോകുന്നു, ഭീമാമാറ്റം വരുവാൻ പോകുന്നു. യേശുരാജൻ വേഗം വാനിൽ വന്നിടും, യേശുരാജൻ വേഗം വാനിൽ വന്നിടും. ഓ തൻവരാവിനായൊരുങ്ങി നിൽക്ക നാം ദിനം, തൻവരാവിനായൊരുങ്ങി നിൽക്ക നാം ദിനം. ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം. ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും, ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും. ഭരണാധികാരികൾ പൊടുന്നനാവെ മാറിടും, ഭരണാധികാരികൾ പൊടുന്നനാവെ മാറിടും. മരീച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും. ഓ ശരിയോടെ ഭരണം കയ്യേൽക്കും. ഓ യേശുരാജൻ വേഗം വാനിൽ വന്നിടും, യേശുരാജൻ വേഗം വാനിൽ വന്നിടും. തൻവരാവിനായൊരുങ്ങി നിൽക്ക നാം ദിനം, തൻവരാവിനായൊരുങ്ങി നിൽക്ക നാം ദിനം. ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം. യേശുരാനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം. യേശുനാഥൻ യേശുരാജൻ വേഗം വാനിൽ വന്നിടും, യേശുരാജൻ വേഗം വാനിൽ വന്നിടും.
തൻവരവിനായി ഒരുങ്ങി നിൽക്കണമിനം. ഓ തൻവരവിനായി ഒരുങ്ങി നിൽക്കുന്ന ജനം ഗംഭീരനാദം കേൾക്കും നിശ്ചയം. കേൾക്കും നിശ്ചയം. Balabaram tuna balatumano do balabaram tuna balau chamatuno tuna boro do damano dumaro damano ഗംഭീരനാദം കേൾക്കും നിശ്ചയം. ഗംഭീരനാദം ഹല്ലേലൂയ. ഗംഭീരനാദം കേൾക്കും നിശ്ചയം. ഗംഭീരനാദം കേൾക്കും നിശ്ചയം. യേശു വരാറായെന്ന് വിശ്വസിക്കുന്ന ഈ മക്കൾ ഒന്നുകൂടെ കൈ ഉയർത്തി ശക്തിയോടെ അവൻ വരാതെ ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. 2ാം ക്ലാസ്സുകാരൻ CS മാത്യു എന്ന അഭിഷക്തൻ കുറിച്ചിട്ട് പോയതാ. ഭരണകൂടം മാറി മറിഞ്ഞു വരും, ഭരണാധികാരികൾ പൊടുന്നനവെ മാറും, മരിച്ചുയർത്തവൻ ഭരണം കൈയേൽക്കും. സൂര്യചന്ദ്ര താരകാദി ഗോളങ്ങൾ സൂക്ഷ്മ ബുദ്ധികൾ നിരീക്ഷണം നടത്തുമ്പോൾ ഭീമമാറ്റം വരുന്നു. വേദപുസ്തകം ഇതുവരെ പറഞ്ഞ് നടന്നെങ്കിൽ ഇനിയുള്ളത് നടക്കും. വിശ്വസിക്കുന്ന ശക്തിയോടെ സ്തോത്രം പറ. ആര് കയറിയാലും ഇവിടെ നന്നാകില്ല. നമുക്കാരോടും പക്ഷമില്ല. ഓട്ടൊക്കെ ചെയ്തു. നമ്മുടെ പക്ഷം യേശുവിനോടാണ്. അവൻ വരാതെ ഇവിടെ സമാധാനം വരില്ല. ഒരു രാജാവ് നീതിയോടെ വാഴും. ഞങ്ങളൊക്കെ ഇത് കണ്ട് മടുത്ത്, അനീതി കണ്ട് ദൈവമക്കൾക്ക് നീതി കിട്ടില്ല. ഞാനൊരു ഡിസ്ട്രിക്ട് പാസ്റ്ററൂടെ നിങ്ങൾക്കറിയാം, പല സഭയിലും ഇടപെടേണ്ട അവസ്ഥയുണ്ട്. നമുക്കില്ല നീതി കേട്ടോ. ഞങ്ങളെല്ലാ പാർട്ടിക്കാരും കേൾക്ക പറയാം, ഒരു രാജാവ് നീതിയോടെ വാഴും. ഇന്നൂടെ കൈയൊന്ന് ഉയർത്തിയാട്ടി സ്തോത്രം പറ. യേശു മടങ്ങി വരാറായി. അവിടെ എഴുതിയിരിക്കുന്നു, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോട് എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഒത്തിരി കാര്യങ്ങളുണ്ട്, എല്ലാം പറയാൻ നേരമില്ല. തെസ്സലോനിക്ക ലേഖനം പറഞ്ഞ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. മനുഷ്യൻ സ്വസ്നേഹികളാകും, ദ്രവ്യാഗ്നികളാകും, വമ്പു പറയുന്നവരാകും. അവിടെ അന്ത്യകാലത്ത് ദുർഘട സമയം, പെർലസ് ടൈം, ഹാർഡ് ടൈം, ഡിഫിക്കൽട്ട് ടൈം, ഗ്രീവിയസ് ഡേയ്സ്, ദുഃഖകരമായ ദിവസങ്ങൾ. അവിടെ എഴുതിയിരിക്കുന്നു, വാത്സല്യമില്ലാത്തവർ പെരുകും, കനിവറ്റവർ, ഉഗ്രന്മാർ, സൽഗുണദോഷികൾ, നന്ദിയില്ലാത്തവർ. ഓരോ ദിവസവും സംഭവം നടന്ന് നമ്മളങ്ങ് മറക്കുക. മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ലെന്ന് ചിന്തിക്കുന്നതാണ്. കണ്ടില്ലേ, ഒരു പെണ്ണുമ്പിള്ളെ ഇവിടുത്തെ കാര്യം കണ്ടില്ലേ, കൊല്ലം കൊണ്ടുപോയി വെട്ടി അങ്ങ് നുറുക്കുക. പിന്നെ ഇലന്തൂര് 3-4 എണ്ണത്തെ ഒന്നിച്ച് വിട്ടിട്ട് കുറച്ച് മാംസം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക, ഇടയ്ക്കിടയ്ക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കി തിന്നു. എന്തുവാ വല്ലതും മനുഷ്യനെ കൊണ്ട് കഴിയുന്ന കാര്യം, പ്രത്യേകിച്ച് സഹോദരിമാരെ കൊണ്ട് വല്ലതും ചെയ്യാൻ നോക്കുന്ന കാര്യമൊക്കെയാണോ? ഞാൻ അടുത്ത ദിവസവും നെയ്യാറ്റിൻകരയിലുണ്ട്, നമ്മുടെ കൺവെൻഷനുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വർഷം, ഷാരോൻ്റെ തൊട്ടടുത്താ. എന്താ അവിടെ ഒരു ഗ്രീഷ്മയോ ഞാൻ എന്തോത്തിലാണ് കൊടുത്തത്? ജ്യൂസ്. പിള്ളേരെ ജ്യൂസ് കുടിക്കാനൊന്നും നടക്കല്ലേ ചെറുപ്പക്കാരെ, കിട്ടുന്ന ജ്യൂസ് എല്ലാം മാറി അടിക്കരുത്. ഓ എങ്ങനെയാ നോക്കുന്നത് ഈ ചെറുപ്പക്കാരികളൊക്കെ? കണ്ടില്ലേ ഒരു കൊച്ചവിടെ ചത്തു കൊണ്ടല്ലേ. ഉഗ്രന്മാർ, സൽഗുണദോഷികൾ, കനിമറ്റവർ, മറ്റതള്ളന്മാരൊക്കെ ചെയ്യുന്നതെന്ന് പറയണ്ട. ഈ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. ദുഷ്ടത പെരുകി. 25 വർഷം മുമ്പ് ഞാൻ എഴുതിയ പുസ്തകമാണ് നോഹയുടെ കാലം. കൺമുമ്പിൽ നടക്കുക പലതും. മനുഷ്യൻ സ്വസ്നേഹികളാകും, വമ്പ് പറയുന്നവരാകും, ദൂഷകന്മാരാകും, അഹങ്കാരികളാകും, ധാർഷ്ട്യക്കാർ, ഉഗ്രവാദികളാകും. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ നടക്കുക. ഭയം വർദ്ധിക്കുന്നു. കുറച്ച് നാൾ മുമ്പ് വരെ നമ്മളെല്ലാം മാസ്ക് ഇട്ടുകൊണ്ടായിരുന്നു അല്ലേ? ആയിരുന്നു. മനുഷ്യൻ എന്തോ ഒറ്റ തുമ്മൽ തുമ്മിയാൽ പേടിക്കുമായിരുന്നു അല്ലേ? അണ്ടനക്കം ഇല്ലല്ലോ ആരും. ആ കാലത്ത് നമ്മളെ കൊത്തി ശവടക്കാണ് നമ്മൾ പോയല്ല. അപ്പോൾ അപ്പോൾ അതിനകത്ത് ആ ഒരാളും ചുമച്ചു പോയാൽ ആ പുള്ളി നോട്ടപ്പുള്ളിയാണ്. എന്തിനാ മനുഷ്യന് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന സാധനം എന്തുവാ? പണം. സ്തോത്രകാഴ്ചയ്ക്ക് പോലും സ്പ്രേ അടിച്ചല്ലേ എഴുതിയേ. എല്ലാം മാറിയെന്നൊന്നും ചിന്തിക്കണ്ട, വരാൻ പോവാ. ഭീകരമായത് പലതും സംഭവിക്കും.
കർത്താവിൻ്റെ വരവെടുത്തു. നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഞാൻ വേഗത്തിൽ നിർത്തേണ്ടിയിരിക്കുന്നു കൃത്യസമയത്ത്. ഈ കർത്താവിൻ്റെ വരവ്, കാഹളം ധ്വനിക്കും, മരിച്ചവർ ഉയർക്കും എന്നൊക്കെ പറഞ്ഞാൽ ആൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഒരു സംഭവം പറഞ്ഞ് നിർത്താം, എല്ലാം വിവരിക്കാൻ നേരമില്ലല്ലോ. ഈ വേദപുസ്തകം പറയുന്ന പലതും മനുഷ്യന് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലല്ലോ. ഈ മഴ പെയ്യാത്ത കാലത്ത് മഴ പെയ്യുമെന്ന് പറഞ്ഞപ്പം നോഹയ്ക്ക് വട്ടുപിടിച്ചെന്ന് അവൾ പറഞ്ഞു, ആളുകൾ പറഞ്ഞു. കാരണം മഴ പെയ്തിട്ടില്ലെന്ന്. അവ പറഞ്ഞു ജലപ്രളയം ഉണ്ടാവും. അവർ പറഞ്ഞു കിറുക്ക് പിടിച്ചെന്ന്. പക്ഷെ അവസാനം വെള്ളം പൊങ്ങി വെള്ളം കുടിച്ച് അത്തപ്പം മനസ്സിലായി. ഞാൻ പറയും കണ്ടറിയാത്തവനൊക്കെ കൊണ്ടറിയും. സ്തോത്രം. ഇതുപോലെയാണ് കാഹളം ധ്വനിക്കുമെന്നും കുറച്ചൊരു ഉയർക്കുമെന്നും പറയുമ്പോൾ ഇപ്പോഴും ആളുകൾ പരിഹസിക്കുക. എന്നാൽ ഇന്ന് രാത്രി ഒന്നുകൂടെ പറയാം, ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നു, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരാ ഉയർക്കും, ഇവനോട് ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിക്കും. ഒന്നുകൂടെ നന്നായി എന്ന് കൈയടിച്ചേ, ശക്തിയോടെ ഉറക്കമൊക്കെ പോട്ടെ. സ്തോത്രം. ഒരു കാര്യം ഞാൻ പറഞ്ഞു, വേദപുസ്തകം ഒരിക്കൽ ശരിയെന്ന് പറഞ്ഞാൽ എന്നും ശരിയാ, ഒരിക്കൽ തെറ്റെന്ന് പറഞ്ഞാൽ എന്നും തെറ്റാ. ഒന്നുകൂടെ പറയാം, വിശുദ്ധ ബൈബിൾ ഒരു കാര്യം പറഞ്ഞാൽ, ദൈവം നിന്നോടൊരു കാര്യം പറഞ്ഞാൽ, സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലെങ്കിലും പറഞ്ഞവൻ സർവശക്തനാകിയാൽ അത് സംഭവിച്ചിരിക്കും. ഇത്ര ശക്തിയോളം നിങ്ങൾക്ക് സ്തോത്രം പറയാൻ. ഒറ്റ ഉദാഹരണം പറഞ്ഞ് നീക്കൊണ്ട് പ്രാർത്ഥന നിർത്താം, നേരെ അതിനേ ഉള്ളൂ. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം. കർത്താവിൻ്റെ സഭ ഇവിടുന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആൻറ്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ചയാണ്. ഭൂലോകത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെ ഉണ്ടാകാത്ത വലിയ കഷ്ടകാലം ഉണ്ടാകും. അത് ഏതെങ്കിലും ടൈം സംഭവിക്കും. സഭ മാറ്റപ്പെട്ടാൽ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണത്തിലേക്ക് ലോകം നീങ്ങും. യാക്കോവിൻ്റെ കഷ്ടകാലം എന്നൊക്കെ അതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ മാനസാന്തരപ്പെടാനും ധ്യാനപ്പെടാനും നോക്കില്ല. ഇപ്പോഴാണ് സുപ്രസാദ കാലം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചു കേൾക്കൂ, 2 സാക്ഷികളിലൂടെ വരും. 2 സാക്ഷികൾ. 7-ാം വാക്യം മുതൽ വായിച്ചോ പാസ്റ്ററെ. യോഹന്നാൻ 11, വെളിപ്പാട് പുസ്തകം 11-7 മുതൽ വാക്യം. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം, ശ്രദ്ധിച്ചോണം, അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം വായിച്ചോ. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. അപ്പൊ ഈ ആന്റി ക്രൈസ്റ്റിന്റെ വാഴ്ചക്കാലത്ത് 2 സാക്ഷികളെ ഇവിടെ ഉള്ളൂ. എന്നാ വേദോസം പറയുന്നത് ആരൊക്കെയാ? അവരെ മോശയും ഏലിയാവും. ചിലർ ആനോക്കും ഏലിയാവും എന്ന് പറയും. എന്നാലും 2 പേരേ ഉള്ളൂ. പക്ഷെ ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ തങ്ങളുടെ, എല്ലാവരും പറ ദൈവമക്കളെ, സാക്ഷ്യം തികച്ച ശേഷം. ആന്റി ക്രൈസ്റ്റിന്റെ വാഴ്ചയിൽ 2 അഭിഷക്തന്മാരെ ഇവിടെ ഉള്ളൂ. പക്ഷെ അവരുടെ സാക്ഷ്യം തികയ്ക്കും വരെ അവരെ തൊടാൻ പിശാചിന് കഴിഞ്ഞില്ല. ഇന്ന് രാത്രി നമ്മുടെ ഉള്ളിൽ ഇത് കയറണം. നിന്റെ സാക്ഷ്യം തികയ്ക്കാതെ, നിന്നെ കൊണ്ട് ദൈവം ചെയ്യേണ്ട ശുശ്രൂഷ തീർക്കാതെ നിന്നെ തൊടാൻ ദുഷ്ടന് അവകാശമില്ല. വായിച്ചോ. വായിച്ചോ, കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോ. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. സകല വംശക്കാരും ഗോത്രക്കാരും. നിർത്തിയൊന്ന് വായിക്കണം. അവിടെ ശവം കിടക്കും. ഇവിടെ യെരൂശലേമിൽ കിടക്കും. അടുത്ത വാക്യം. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം. ആരുടെ ശവം? യെരൂശലേമിൽ കിടക്കുന്ന അഭിഷക്തന്മാരുടെ, പ്രവാചകരുടെ ഡെഡ് ബോഡി ആരൊക്കെ കാണും? വായിച്ചോ പാസ്റ്ററെ. സകല ഭാഷക്കാരും ഗോത്രക്കാരും, സകല ഗോത്രക്കാരും, ഭാഷക്കാരും, സകല ഭാഷക്കാരും, ജാതിക്കാരും, സകല ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരെ അടക്കാൻ സമ്മതിക്കില്ല. അവർ നിമിത്തം അങ്ങോട്ട് ഇവിടെ സമ്മാനം കൊടുത്തു വിടും. 3.5 ദിവസം കഴിഞ്ഞിട്ട് യഹോവയുടെ ശ്വാസം ഇവിടെ മേൽ വരും. ദൈവത്തിന് സാധിക്കും. ഇവിടെ കയറി വരിക എന്ന ശബ്ദത്തിങ്കൾ അവർ സ്വർഗത്തിലേക്ക് കയറി പോകും. ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കും. അതിനുശേഷം എന്ത് സംഭവിക്കുമെന്നറിയാമോ? വലിയ ഭൂമി കുലുക്കങ്ങൾ തുടങ്ങും. നഗരത്തിൽ ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ. സകല ഭാഷക്കാരും, സകല വംശക്കാരും, സകല ഗോത്രക്കാരും, സകല ജാതികളും അവിടെ ഡെഡ് ബോഡി കാണും. ആ ഡെഡ് ബോഡി യെരൂശലേമിൽ കിടക്കുന്ന 2 സാക്ഷികൾ ഡെഡ് ബോഡി കാണുമോ? ഉറക്കെ പറ, കാണുമോ? കാണും. ഇപ്പം പറയാം കാണുമെന്ന്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പിതാക്കന്മാർ ഈ പുസ്തകവുമായി ഇറങ്ങിയപ്പോൾ നോ ഇൻ്റർനെറ്റ്, നോ വാട്സാപ്പ്, നോ മൊബൈൽ, നോ ലൈവ് ടി വി, നോ റേഡിയോ.
അവർ പറഞ്ഞു, യെരുശലേമിൽ കിടക്കുന്ന ഭക്തന്മാരുടെ ഡെഡ് ബോഡി ലോകം മുഴുവൻ കാണും. അവർ പറഞ്ഞു, ഏത് കോന്തനാടാ എഴുതി വെച്ച? നാട്ടുകാർ ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നു, സംഭവിക്കും. ഒന്ന് ശക്തിയോടെ കൈയടിച്ചോണ്ട് പറ, തമ്പുരാൻ പറഞ്ഞാൽ സംഭവിക്കുമെന്ന് പറ. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചോണ്ട് പറ, ഞങ്ങളുടെ ദൈവം പറഞ്ഞു, കാണും, കണ്ടിരിക്കും. നമുക്ക് വിശ്വസിക്കാൻ കഴിയുമായിരുന്നോ? ഇപ്പം വിശ്വസിക്കാൻ ദേ ലൈവായി കാണുക. ഇപ്പം അതുകൊണ്ടൊരു കൃപയുണ്ടായി. സ്റ്റേജ് ചെയ്ത് ഉറങ്ങി താഴെ വീഴുന്നത് ലൈവായി കാണും. അല്ല, ലൈവായി. ദൈവദാസന്മാരായ ഞങ്ങളൊക്കെ ഈ കുമ്പനാട് പടവടത്ത് പ്രസംഗിക്കുമ്പോൾ ജനം ഇളകി മറിയുമ്പോൾ ചെല്ലി ഇങ്ങനെ താഴോട്ട് പോകും. അതും ലൈവാണ്. ഇവിടൊക്കെ കാണുന്ന എത്രയോ ലക്ഷങ്ങളാണ്. പിന്നീട് ഇത് ഇപ്പോൾ ഏതാണ്ട് 15-20 വർഷം മുമ്പ് എങ്ങാണ്ട് ഞാനിവിടെ ഒന്ന് പ്രസംഗിച്ചത്, 10-15 വർഷം മുമ്പ് പ്രസംഗിച്ചത് കട്ട് ചെയ്തിട്ട് 1.5 ലക്ഷം ആൾ കണ്ടേക്കുന്നു. അപ്പോൾ ഇത് തീരില്ല. നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ ഏറിയ നാൾ കഴിഞ്ഞ് ഉണ്ടോ? സാക്ഷിയാ. അപ്പം നിങ്ങളെന്നെ നോക്കും, പെട്ടെന്ന് തീർക്കണമല്ലോ. ഈ പണ്ട് TV ഇല്ല, റേഡിയോ ഇല്ല. അന്നും ഭക്തന്മാർ വിളിച്ചു പറഞ്ഞു, കാണും, ഞങ്ങളുടെ ദൈവം പറഞ്ഞു, അങ്ങനെ സംഭവിക്കും. കഥ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. അന്നവരെ ഭ്രാന്തന്മാരാക്കി, പൊട്ടന്മാരാക്കി. കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പം റേഡിയോ വന്നു, പിന്നെന്തോ വന്നു, TV വന്നു. അതിനെ നോക്കിയിരുന്നോണം, പെട്ടെന്ന് നിർത്താം. TV വന്നപ്പം നമ്മുടെ അച്ചായന്മാരെല്ലാം TV വാങ്ങി. എന്തോ പറഞ്ഞാൽ വാങ്ങിയെന്നറിയാമോ? യെരുശലേമിൽ കിടക്കുന്ന ഭക്തന്മാരെ കാണാമെന്ന്. ഓണം പറ, ഒരു മൂല വേണ്ടേ? ഒരു മൂലം വേണ്ടല്ലേ? എന്തോ പറഞ്ഞാൽ വാങ്ങിയ? അപ്പോൾ ഇവിടെ കിടക്കുക. അതൊക്കെ ഇരിക്കട്ടെ. ഇപ്പം നിങ്ങൾ കാര്യമായിട്ട് നിങ്ങളെന്തിനാ TV വാങ്ങി? കണ്ടോ, നമ്മളെന്തിനാ വാങ്ങിയേ? പ്രസംഗം. ഭീമോനച്ചനും സുരേഷ് ബാബുവും ബാബു ചെറിയാനും KC ജോണും അങ്ങനെ ഒത്തിരി പ്രസംഗം കേൾക്കാം. നമുക്ക് പ്രസംഗം കേൾക്കാം. ഇപ്പം എന്താ കാണുന്നത്? വൈകുന്നേരം ആകുമ്പം TV തുറന്നിട്ട് ഒരു ടവലും കൊണ്ടുവന്നു കരയാ. കണ്ണുനിരപ്പാ. വാങ്ങിച്ചെന്തിനാ? പ്രസംഗം കേൾക്കാൻ. എന്തിനൊരു കാരണം വേണ്ടേ? അതുകൊണ്ടിപ്പോൾ ഒരു ഗുണമുണ്ടായി. കുടുംബ പ്രാർത്ഥന ക്യാൻസൽഡ്. കണ്ണുനീർ പരമ്പര കാണുന്നതിനിടയിലാവും. പിന്നെ കിട്ടിയ കറണ്ട് കട്ട് ആകുമ്പോൾ വേണം പാടാന്ന് പറഞ്ഞൊരു സങ്കീർത്തനം വായിച്ച് തീർന്നു. ഈ നമ്മുടെ കൊച്ചുമോനൊക്കെ എൻ്റെ കൂടെ ഈ കല്യാണങ്ങൾക്ക് ഒത്തിരി കാണും. ഞങ്ങൾ വേറെ ലെവലിലേക്ക് ദൈവം കല്യാണ സൂക്ഷയൊക്കെ കൊണ്ടുപോവാം. നേരെ സന്ധ്യ ആകുമ്പം പിള്ളേരെ വിളിച്ചിരുത്തി പാട്ടുപാടുമായിരുന്നു, ആരാധിക്കുമായിരുന്നു. എല്ലാ വീട്, ക്രിസ്തീയ വീട്. അത് ബന്ധക്കോസനൊന്നുമില്ല. എന്തിനാ ഹിന്ദുക്കൾ പോലും നാമജപം ചെയ്യുന്നത്? ഇന്ന് എത്ര വീട്ടിലാണ് ഉള്ളത്? കുടുംബ പ്രാർത്ഥന എവിടെ ഉള്ളേ? സന്ധ്യാപ്രാർത്ഥന എവിടെ ഉള്ളേ? അത്താഴം തരാത്ത ദിവസം ഇല്ലായിരുന്നോ വീട്ടിൽ? ഇനി ഉണ്ടേ തന്നെ പിള്ളേരെവിടെ ഇരിക്കുന്നുണ്ടോ? ഈ പ്രഭാത പ്രാർത്ഥന രാവിലെ 5 മണിയാകുമ്പം അപ്പനും അമ്മയും പിള്ളേരെ തട്ടി ഉണർത്തി, കൊടുങ്കാറ്റുണ്ടി വനദേശത്തൻ, അത്രയ്ക്ക് അറിയാന്നറിയട്ടെ. കൊടുങ്കാറ്റുണ്ടി വനദേശത്തൻ പ്രിയനേ എന്നെ വിടല്ലേ, കൊതിയോടു ഞാൻ ആരുന്നേ എൻ്റെ സങ്കടം അങ്ങു നഗ്നനായി ഞാൻ തന്നെ പോകുമേ, നഗ്നനായി ഞാൻ ലോകത്തിൽ എനിക്കില്ല യാതൊന്നും എൻ്റെ കൂടും. ഇത്രയും ദൈവമക്കൾക്ക് ഈ പാട്ടറിയാമല്ലോ. രാവിലെ ഇരുത്തി മക്കളോട് പറഞ്ഞ ഇതാ, മക്കളെ ഇവിടെ ഒന്നുമില്ല കൊണ്ടുപോകാൻ, നഗ്നനായി വന്നു പോകും, നഗ്നനായി, പ്രശംസിക്കാനൊന്നുമില്ല. വേഴ്സ് വ്യൂവിൽ നല്ല നമ്മളിത് പഠിച്ചത്, സിയോൻ ഗീതാവിൽ നല്ല നിൻ്റെ അപ്പൻ പാടി അമ്മ പാടി കേട്ട് പഠിച്ചതാ. നിൻ്റെ തലമുറയ്ക്ക് പാട്ട് വല്ലതും അറിയാവോ? പോട്ടെ. അപ്പം പിന്നെ TV യുഗം മാതി ഇപ്പം ലൈവായി. അന്നൊക്കെ ലൈവ് എന്ന് പറഞ്ഞാൽ വലിയ OB1 കൊണ്ടിടണം. അപ്പം അതൊക്കെ പോയി. ഇപ്പം ഇവിടെ നമുക്ക് ലൈവാണ്, ഇവിടെ നിന്നെല്ലാം പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 2 തീപ്പെട്ടിക്കൂടിൻ്റെ വലിപ്പമുള്ള ഈ സാധനം
ഇതൊന്നും ഇല്ലെങ്കിലും ഇവിടെ അങ്ങോട്ട് തുറന്ന് വെച്ചാൽ ഫേസ്ബുക്ക് ലൈവ്, യൂട്യൂബ് ലൈവ്, ലോകം മുഴുവനെത്തും. ലോകത്തിൻ്റെ 5 വൻകരയിലും ഓണങ്കേറാമൂലം നടക്കുന്ന കാര്യം പിടും 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 പിടുന്ന് നിൻ്റെ പോക്കറ്റിൽ വന്ന് വീണുകൊണ്ടിരിക്കുക അല്ലേ? എവിടെ എന്ത് നടക്കുന്നു സെക്കൻഡുകൾക്കുള്ളിൽ നിൻ്റെ പോക്കറ്റിൽ വരിക. എന്തിനെ കാണിക്കുന്നറിയാമോ? യേശു വരാറായി. വേദവസം പറഞ്ഞു, യെരൂശലേമിൽ കിടക്കുന്ന ഡെഡ് ബോഡി, ഭക്തന്മാരുടെ സാക്ഷികളുടെ ഡെഡ് ബോഡി ലോകം മുഴുവൻ കാണും. അന്ന് ലോകം കളിയാക്കി. പ്രൈസ് ദി ലോർഡ്. ഏത് കോന്തനായത് എഴുതി വെച്ചെന്ന് ചോദിച്ചു. മന്ദബുദ്ധികളായത് പ്രസംഗിക്കുന്നു പറഞ്ഞു. ഇപ്പം സംഭവിച്ചോ? ലോകത്തിൻ്റെ ഏതും മൂലയിൽ നടക്കുന്ന കാര്യവും ക്ഷണനേരം കൊണ്ട് ലോകം മുഴുവൻ എത്താൻ കഴിയുമെങ്കിൽ യേശു മടങ്ങി വരാറായി. എത്ര പേർക്ക് കൈ ഉയർത്തിയ ശക്തിയുടെ സഹോദരൻ പറയും, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങുക. ഏത് നിമിഷവും കർത്താവ് വരും. അവൻ കള്ളനെ പോലെ വരും. നിനയാത്ത നാഴികൾ വരും. ഏത് സമയത്ത് വരുമെന്നറിയാൽ ഉണർന്നിരിപ്പീൻ. കർത്താവിൻ്റെ ദിവസം ഏത് ദിവസം വരുന്ന ഉണർന്നിരിപ്പീൻ. നിനയാത്ത നാഴിൽ മനുഷ്യത്വം വരുന്നതുകൊണ്ട് ഒരുങ്ങിയിരിപ്പീൻ. നിങ്ങൾ യുദ്ധങ്ങളെ യുദ്ധസ്ത്രീകൾക്കും ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. ഭ്രമിച്ചു പോകരുത്, ഞെട്ടിപ്പോകരുത്, നിങ്ങളെ തന്നെ സൂക്ഷിപ്പീൻ. ലോകം അസാധ്യം എന്ന് പറയുന്നത് ദൈവത്താൽ സാധ്യമാണ്. ഇത്രയൊക്കെ നടന്നെങ്കിൽ ഇനിയുള്ള നടക്കും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരാ ഉയർക്കും. ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിക്കും. വിശ്വസിക്കുന്ന ഒരിക്കൽ കൂടെ കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം. യേശു വരാറായി നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങിയിട്ടുണ്ടോ? ആകാശവും ഭൂമിയും കടലും കരയെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. നിങ്ങളവനെ എതിരേൽപ്പാൻ ഒരുങ്ങിയിട്ടുണ്ടോ? അതിലൊരു പ്രധാന കാര്യം പറഞ്ഞ് നിർത്താം. അവിടെ മറ്റൊരു വിഷയം പ്രസംഗം ഞാൻ പറയുന്ന എന്താ പറഞ്ഞ് നമ്മൾ വായിച്ച കർത്താവ് താൻ പറഞ്ഞോ, പ്രധാന ദൈവദൂത സ്വർഗത്തിൽ നിന്നിറങ്ങി, ദൈവത്തിനെ കാണും സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ പിന്നെ ജീവനോട് ശേഷിക്കുന്ന അവരോടൊരുമിച്ച് ആകാശമേൻ കർത്താവിനെ ഏൽപ്പാൻ എടുക്കപ്പെടും എന്ന് പറഞ്ഞേ, എടുക്കപ്പെടും. ഉറക്കെന്ന് പറ. ഇങ്ങനെ നാം എടുക്കപ്പെടും. നാം എടുക്കപ്പെടും. റാപ്ചർ, റാപ്പിയോ. കണ്ണടച്ച് തുറക്കുമ്പോൾ അപ്രത്യക്ഷമാവും ആളുകൾ. വേദവസം പറഞ്ഞൊക്കെ നടന്ന് ഇനി നടക്കും. ഹാനോക്ക് ദൈവത്തോട് നടന്നു. ദൈവനെ എടുത്തുകൊണ്ടതിനാൽ ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. നമ്മെല്ലാവരും നിദ്ര കൊള്ളില്ല. ഉണ്ടോ? മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും നാഴി വരുന്നു. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ജീവിച്ചതിന് ശേഷം ഒരു നാളും മരിക്കില്ല. കണ്ടോ? കുറച്ച് പേര് മരിക്കില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ഇതാ പുനരുത്ഥാനം, റാപ്ചർ, റാപ്പിയോ. കണ്ണിമേക്കലടയിൽ ചിലർ കാണാതെയാകും, തട്ടിക്കൊണ്ടുപോകും, റാഞ്ചിക്കൊണ്ടുപോകും, മേലോട്ട് വലിച്ചെടുക്കപ്പെടും. അമേരിക്കയിലൊക്കെ പ്രത്യാശയുള്ള ദൈവമക്കൾ എഴുതി വെച്ചിട്ടുണ്ട്, ഈ കാർ ഓടിക്കുന്ന ഡ്രൈവർ ഏത് നിമിഷം അപ്രത്യക്ഷനാകാം. കാറിൻ്റെ പുറകിൽ വരുന്ന സൂക്ഷിച്ചു വേണം. എന്താ റാപ്ചർ? നിങ്ങളിതുവരെ എന്നെ നോക്കിക്കൊണ്ടിരുന്നു. അടുത്ത നിമിഷം കാകളം ധ്വനിച്ചാൽ എൻ്റെ കയ്യിലെ മൈക്ക് താഴോട്ട് പോകും, ഞാൻ മേളോട്ട് പോകും. നിങ്ങൾ കാണില്ല. ഇതിൻ്റെ മേളിൽ 20 നില കെട്ടിപ്പണിതാലും വന്ന് ഞാൻ പറക്കും. ഏത് നിമിഷം യേശു വരും. എടുക്കപ്പെടാൻ റെഡിയാണോ? പറക്കാൻ റെഡിയാണോ? എടുക്കപ്പെടുവോ? ഉറപ്പുണ്ടോ? ഞാനിത് കൺക്ലൂഷൻ ചെയ്യണമല്ലോ. അതിന് ഞാൻ സാധാരണ പറയുന്നൊരു ഉദാഹരണം പറയാം. അതായത് ഇപ്പം ഇത് നിർത്തുന്നതിന് മുമ്പ് കർത്താവിൻ്റെ കാഹളം ധ്വനിച്ചെന്നിരിക്കട്ടെ. ഇത് ഞാൻ പറഞ്ഞ് നിർത്തുന്നു. ഇപ്പം കാഹളം ധ്വനിച്ചു. ഇവിടെ ഇരുന്ന് ഏതാണ്ട് ഒരു 60% ആളുകൾ അങ്ങ് പോയി. അത്രയൊക്കെ പറയാം. ബാക്കി 40 ഇവിടെ ഇരുന്നു. കൂട്ടത്തിൽ ഞാനും ഈ മൈക്കും കൊണ്ട് ഇവിടെ നിന്നാലോ? അതോ സ്വതന്ത്രം അല്ല, അച്ഛൻ സ്വതന്ത്രം പറഞ്ഞിട്ടില്ലേ? നമ്മൾ നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ നിന്നാലോ? അപ്പം ബാക്കിയുള്ള 40% കൂടെ എന്നെ ഞോണ്ടിക്കൊല്ലും. ഞാനിതുവരെ എന്താ പ്രസംഗിച്ചേ? ഇതെല്ലാം ഒന്ന് പഠിക്കാൻ വേണ്ടി പറയുക. എടുക്കപ്പെടും. നമ്മൾ കാണാതെയാകും. പണ്ട് കെ ചോദിച്ചാൽ പ്രസംഗിച്ച പോലെ കൺവെൻഷൻ വിളിച്ചാൽ വരത്തില്ല, വാട്സപ്പ് പ്രാർത്ഥനയ്ക്ക് വരത്തില്ല. അദ്ദേഹം ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. എന്താ ചാക്കോച്ചായ സഭായത്തിന് വരാഞ്ഞേ? വന്നില്ലെന്നേ ഉള്ളൂ. വാട്സപ്പ് പ്രാർത്ഥനയ്ക്ക് വന്നില്ലെന്നേ ഉള്ളൂ. കർത്താവ് വന്നു, വിശുദ്ധന്മാർ പോയി. ജംഗ്ഷനിൽ ചെന്നപ്പം എല്ലാവരും പോയല്ലോ, എന്താ അച്ചാൻ പറഞ്ഞേ? പോയില്ലെന്നേ ഉള്ളെന്ന്. കേട്ടോ? ചിന്തിക്കുന്നതോടൊപ്പം ചിന്തിക്കണം. ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർ, ഇവരെ ഞാൻ പറയുന്നില്ല, ഞാൻ ഉദാഹരണമാവാനേ പറയാം.
ഞാനൊരു ഉദാഹരണം പറയാം. അപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞില്ലേ തുടങ്ങി. ഇപ്പം നമ്മളൊരു 50 അംഗ ഗായക സംഘം വന്നിരിക്കുന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് കണക്കില്ലല്ലോ, ഞാൻ പൊതുവെ അങ്ങ് പറയാം കേട്ടോ. 50 അംഗ ചെറിയ സാധനമൊക്കെ ഇവിടെ ഉണ്ടല്ലോ കൊട്ടാൻ. ഇപ്പം വിട്ടോ 50 അംഗ ഗായക സംഘവും കുറച്ചുകൂടി ഇൻസ്ട്രുമെൻസും വെച്ച് കർത്താവിൻ്റെ കർത്താവൂതൻ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നപ്പം കാഹളം ധനിച്ചു. പാടിക്കൊണ്ടിരുന്നവരങ്ങ് പോയി. കൊട്ടിക്കൊണ്ടിരുന്നവർ അന്നേരം കൊട്ടിക്കൊണ്ട് നിന്നാലോ? തിരിച്ച് കൊട്ടിക്കൊണ്ടിരുന്നവരങ്ങ് പോയി. പാടിക്കൊണ്ടിരുന്നവർ അപ്പോഴും എന്താ പാടുന്നേ? ഓ നിന്നാലോ എന്ന് ചോദിച്ചേ. നമ്മുടെ എല്ലാം ജനറൽ കൺവെൻഷൻ നമ്മുടെ ഷാരോൻ്റെ കഴിഞ്ഞില്ലേ, അടുത്ത ആഴ്ചയില്ല. അപ്പം പിന്നെ അല്ല, ഞാൻ പൊതുവിൻ്റെ ആളാണ്, അതുകൊണ്ട് എനിക്ക് നമ്മുടെ എന്ന് പറയുന്നത്. എൻ്റെ അകത്തൂടെ ഒരു രക്തവും ഇല്ല. എൻ്റെ അകത്തൂടെ വ്യാപരിക്കുന്ന യേശു ശുദ്ധീകരിച്ച രക്തമാണ് അല്ലേ. അപ്പം നമ്മുടെ അല്ല, അപ്പം മനസ്സിലായല്ലോ. അപ്പം നമ്മുടെ അല്ല, അപ്പം ചുമ്മാ വഴക്കിന് വരേണ്ട ആളല്ലേ നമ്മളോട്. അപ്പം നമ്മുടെ എല്ലാം ജനറൽ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാന്നിരിക്കട്ടെ കാഹളം ധ്വനിച്ചേ. അപ്പോഴും കുറച്ച് പേര് സ്റ്റേജിൽ ഇങ്ങനെ വീശിക്കൊണ്ടിരുന്നാലോ? ഇരിക്കും. 2 പേർക്കിടക്കമേലായിരിക്കും ഒരാൾ എടുക്കപ്പെടും, മറ്റേ ആൾ കൈവിടപ്പെടും. റെഡിയാണോ പോകാൻ? കാഹളം ധ്വനിച്ചാൽ എടുക്കുമെന്ന് ഉറപ്പുണ്ടോ? ചുമ്മാതൊരു യോഗത്തിലൊന്ന് കയറി പോവല്ല നീ. ഇന്നും കർത്താവ് വന്ന പോകുന്ന ഉറപ്പുണ്ടോയെന്ന് ചോദിച്ചേ. 2 മരണം നിമിഷമുണ്ട്. നാളെ കാണാമെന്ന് പറഞ്ഞ പലരെ കാണാൻ കഴിഞ്ഞില്ല. പിന്നെ കാണാമെന്ന് പറഞ്ഞ പലരെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എനി ടൈം. ഞാൻ കഴിഞ്ഞ ദിവസം അവിടുന്ന് പറഞ്ഞു, ഈ കാലയെ നിൽക്കുമ്പോഴേ ഉള്ള സകല അധികാരവും 2 മിനിറ്റ് മുമ്പോട്ട് പോയാലും കുഴപ്പമില്ല. മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞേ? ഈ 2 കാലം നിൽക്കുമ്പോഴേ ഉള്ള സകല അധികാരവും. മറിഞ്ഞൊന്ന് വീണ് പോയാൽ എല്ലാ അധികാരവും പോയി. സെൻട്രൽ പാസസാരവും പോയി, കൗൺസിൽ പ്രസിഡൻറ്റും പോയി, എല്ലാം പോയി. പിന്നെ നിനക്ക് വേണ്ടി കാര്യം നിശ്ചയിക്കുന്ന അടുത്ത് നിൽക്കുന്നവനാ. മൊബൈൽ വേറൊരുത്തുണ്ടെങ്കിലാവും. ഇതിലൊക്കെ കയറി ഇറങ്ങി വരാം ഞങ്ങളൊക്കെ അല്ലേ. മൊബൈൽ പോവും. നീ എത്ര പേരുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു? ബൈസ്റ്റാൻഡർ ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങോട്ട് ചെല്ലുമ്പം കാശടയ്ക്കാൻ ആളുണ്ടോ എന്ന് കേട്ടിട്ട് അകത്തോട്ട് കയറ്റൂ. ഈ കാലേ നിൽക്കുമ്പോഴേ ഉള്ളൂ സകല അധികാരവും. അഹങ്കരിക്കരുത്. ഒന്നുകൂടെ പറയാ എല്ലാവരോടും, ഏത് നിമിഷവും താഴെ വീഴാം. ഒരുങ്ങിയിട്ടുണ്ടോ? കാഹളം ധ്വനിച്ചാൽ എടുക്കപ്പെടുമോ? ഇന്ന് രാത്രി കർത്താവ് വന്നാൽ പോവോ? മരണം ഇന്ന് രാത്രിയിലാണ്. യേശുവിടെ പോയിരിക്കുമോ? ആരാണ് യേശുവിൻ്റെ വരവ് എടുക്കപ്പെടുന്നത്? നാം അവനോട് മരിച്ചു എങ്കിൽ, പറഞ്ഞ ബാക്കി, അവനോട് വാഴും. അവൻ്റെ മരണത്തിൻ്റെ സാക്ഷിയോടെ ഏകീഭവിച്ചവരായി എങ്കിൽ അവൻ്റെ പുനരുത്ഥാന ശേഷം ഏകീഭവിക്കും. മനുഷ്യരുടെ അവനെ ഏറ്റുപറയുന്നെങ്കിൽ ദൂതന്മാരുടെ മധ്യത്തിൽ ഏറ്റുപറയും. 3 എങ്കിലുണ്ട്. അവനോട് മരിക്കാൻ മനസ്സിലെയോ അവനോട് വാഴാനൊക്കില്ല. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോടെ ഏകീഭവിപ്പാൻ മനസ്സിലെയോ പുനരുത്ഥാന ശേഷം ഏകീഭവിപ്പാൻ കഴിയില്ല. മനുഷ്യരുടെ അവനെ ഏറ്റുപറയാൻ മനസ്സിലെയോ ദൂതന്മാരുടെ മധ്യ ഏറ്റുപറയില്ല. എന്താ അവനോട് മരിക്കുക? അതാണ് മാനസാന്തരം. യേശുവിടെ മരിക്കുന്നതാണ് മാനസാന്തരം. മാനസാന്തരപ്പെടണം, പാപങ്ങളെ ഏറ്റുപറയണം. യേശുവേ, അങ്ങ് കാൽവറിയിൽ എനിക്ക് വേണ്ടി മരിച്ചെന്ന് വിശ്വസിക്കുന്നു. ഈ കൺവെൻഷൻ വെച്ച് ഇത് വിളിച്ചു പറയാനാ? അവിടുത്തെ പാപന രക്തത്താൽ എൻ്റെ പാപം കഴുകണമേ എന്ന് നീ പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ യേശുവിൻ്റെ രക്തം നിന്റെ സകല പാപവും ഒക്കെ ശുദ്ധീകരിക്കും. ആ നിർമ്മൽ രക്തം നിന്നെ കഴുകും. ഒന്ന് മാനസാന്തരപ്പെടണം. അങ്ങനെ മാനസാന്തരപ്പെട്ടവൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ നിമജ്ഞന സ്നാനം സ്വീകരിക്കണം. യേശു സ്വീകരിച്ച സ്നാനം അതാണ്. യോഹന്നാനാൽ യോർദാൻ നദിയിൽ യേശു സ്നാനപ്പെട്ടു. ഞാൻ യോർദാനിൽ പോയിട്ടുണ്ട്, നദിയുടെ തീരത്ത് നിന്നിട്ടുണ്ട്, മുങ്ങിയിട്ടില്ല. അവിടെ കലക്കവെള്ളമാണ്. ആ കർത്താവ് കിലോമീറ്റർ നടന്ന് സൃഷ്ടിയായവൻ, സൃഷ്ടിതാവായവൻ, സൃഷ്ടിയായ യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റു. യോഹന്നാൻ വിലക്കെ പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതി നിവർത്തിക്ക് നമുക്ക് ഉചിതം. ഈ ഭൂമിയിൽ ആരും സ്നാനപ്പെട്ടില്ലെങ്കിലും നീ സ്നാനപ്പെടണം. യേശു സ്നാനപ്പെട്ടു. യേശുവിൻ്റെ തലയിൽ 2 തുള്ളി വെള്ളം കോരി ഒഴിക്കുകയല്ലായിരുന്നു, അവൻ നിമജ്ജിക്കപ്പെട്ടു. യേശു സ്നാനപ്പെട്ടത് നിന്നേക്കാൾ പാപിയായിട്ടല്ല, നീ അനുഗമിപ്പാൻ മാതൃക കാണിക്കുകയായിരുന്നു. രക്ഷിക്കപ്പെട്ടവൻ സ്നാനപ്പെടണം. അവൻ വേർവാൻ്റെ വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കണം. കർത്താവ് വരാറായി. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. യേശു മടങ്ങി വരാറായി. കാഹളം ധ്വനിക്കാറായി. വിശുദ്ധന്മാർ ഉയർക്കാറായി. ഈ ലോക സംഭവം എല്ലാം യേശുവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. ഒന്നുകിൽ കർത്താവിൻ്റെ വരവ്, അല്ലെങ്കിൽ നിങ്ങളുടെ മരണം. ഇതിൽ ആദ്യം ഏതെന്ന് നമുക്കറിയില്ല. എപ്പോഴാണെങ്കിലും യേശുവിൻ്റെ സന്നിധിയിൽ എത്തണം.
കർത്താവിനോടൊപ്പം എടുക്കപ്പെടണം. എല്ലാ കണ്ണും അടച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്, ആരും നീങ്ങരുത്. ദൈവകരം നിങ്ങളെ തൊടുവാൻ പോകുകയാണ്. എല്ലാ കണ്ണും അടച്ചാട്ട് ഒന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിയാട്ട്. യേശുവേന്ന് വിളിച്ചാട്ട്, യേശുവേന്നൊന്ന് വിളിച്ചാട്ട്, യേശുവേന്നൊന്ന് വിളിച്ചാട്ട്. യേശുവിൻ്റെ രക്തത്താൽ കഴുകുവാൻ ഏൽപ്പിക്കപ്പെട്ടാട്ട്. ഒരു സെക്കൻഡ് ദാനമാ. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്ന ഓരോ മിനിറ്റും ദൈവത്തിൻ്റെ ദാനമാണ്. ഓരോ സെക്കൻഡും ദൈവത്തിൻ്റെ ദാനമാണ്. പുറത്തേക്ക് വിടുന്ന ശ്വാസം ദൈവകരം അകത്തേക്ക് തള്ളുന്നതുകൊണ്ട് ഇവിടെ നിൽക്കുക. വേദോസം ജീവനും കൃപയും എനിക്ക് നൽകി. ഓവേ, നിന്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. അതേ സഹോദരി, അതേ സഹോദര, നീ കാണാതൊരു കരം, യേശുവിൻ്റെ കരം നിന്റെ അകത്തേക്ക് ശ്വാസം തള്ളുന്നുണ്ട്. ഒരു തവണ ദൈവകരം നിന്റെ അകത്തേക്ക് ശ്വാസം തള്ളിയിൽ എന്നിവിടെ പിടഞ്ഞു വീഴും. ബി മോനച്ചൻ്റെ ശ്വാസം ദൈവം തള്ളിക്കയറ്റിക്കൊണ്ടിരിക്കുക. ഒരു തവണ എൻ്റെ കർത്താവിൻ്റെ കരം ഈ ശ്വാസം തള്ളിയില്ല, ഞാനിവിടെ വീഴും. 100 ഡോക്ടർമാരുടെ ഉണ്ടെങ്കിലും സഹായിപ്പാൻ കഴിയില്ല. ഈ രാത്രി വരെ ജീവനും കൃപയും തന്ന ദൈവത്തിന് സ്തോത്രം പറയാം. എല്ലാ കണ്ണും അടച്ചാട്ട് യേശുവേന്ന് വിളിച്ചാട്ട്. എന്നെ കഴുകണമെന്ന് പറ, എന്നെ ശുദ്ധീകരിക്കണമെന്ന് പറ. കർത്താവേ, എനിക്ക് നിന്റെ വരവിൽ എടുക്കപ്പെടണം. എൻ്റെ മരണപ്പെടെന്നറിയില്ല. യുഗായുഗങ്ങൾ, കോടാനുകോടി യുഗങ്ങൾ യേശുവിനോടൊപ്പം വാഴ്ചയുണ്ട്. വേദോസം പറഞ്ഞ എല്ലാം സത്യമാണ്, നമ്മുടെ കൺമുമ്പിൽ നടക്കുന്നു, ഇനിയും നടക്കും. കാകളം ധ്വനിക്കും, മരിച്ചുയർക്കും. യേശുവേ, നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ വെടിപ്പാക്കണമേ. എനിക്കെൻ്റെ പ്രാണപ്രിയനെ കാണണം, എനിക്കെൻ്റെ യേശുവിനെ കാണണമെന്ന്. എന്നെ കഴുകണമേ. എന്ത് വലിച്ചെറിയാൻ പറഞ്ഞാലും തയ്യാറാണ്. എന്നെ സമർപ്പിക്കുന്നു പറയുന്നവർ കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കൂ. യേശുവേ, എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, നിന്റെ രാജ്യത്തിനായി എന്നെ ഒരുക്കണമെന്ന് പറയുന്നവർ കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കൂ. നിങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗപിതാവേ, ആഴമേറി സമർപ്പണത്തോട് അവിടുത്തെ കരത്തിൻ്റെ സ്പർശനം ആഗ്രഹിച്ച് ഉയർത്തപ്പെടുന്ന കരങ്ങൾക്കായി സ്തോത്രം. സകല ബുദ്ധിയും ദൈവസമാധാനം ഇപ്പോൾ അവിടെ അന്തരാത്മാവിൽ വ്യാപരിക്കട്ടെ. ഈ ഗ്രൗണ്ട് വിട്ടവർ സമാധാനത്തോട് മടങ്ങട്ടെ, സ്വസ്ഥതയോടെ മടങ്ങട്ടെ. ഈ രാത്രി ചിലരുടെ പേര് ജീവോസിലിരുന്ന രാത്രിയാകട്ടെ. ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ അകൃത്യം പോക്കണമേ. നിന്റെ കരം ഞങ്ങളെ തൊട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കൈകൾ താഴ്ത്തിയിടാം.